IFSC കൊണ്ട് കേട്ടോ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും അറിയാലോ. നമുക്ക് അപ്രോക്സിമേറ്റ് ഐഡിയ ഉണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ആണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് ഇന്ത്യയെ കണക്ട് ചെയ്യുന്നു. അത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള പെൻഷൻ ഫണ്ടുകളും ഇൻഷുറൻസ് ഫണ്ടുകളും ഇൻവെസ്റ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ IFSC അവരുടെ ഓഫീസുകളും യൂണിറ്റുകളും ഉണ്ടാക്കുന്നു. സോ ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസുമായിട്ട് ഇന്ത്യയെ കണക്ട് ചെയ്യാൻ IFSC സഹായിക്കുന്നു. ക്യാപിറ്റൽ ഇൻഫ്ലോ ബൂസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ഇന്ത്യയിലെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടല്ലാതെ പ്രത്യേക നിയമങ്ങൾ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇന്ത്യയിലേക്ക് ക്യാപിറ്റൽ ഇൻഫ്ലോ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ? ക്യാപിറ്റൽ ഇൻഫ്ലോ വർദ്ധിക്കാൻ സാധ്യതയില്ലേ? ഓക്കെ, പിന്നെ എന്താണ്? അതുപോലെ തന്നെ എൻഹാൻസസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എൻഹാൻസ് ചെയ്യുന്നു. പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. സ്ട്രെങ്തൻ ഇന്ത്യാസ് ഗ്ലോബൽ ഫിനാൻഷ്യൽ പൊസിഷൻ. എന്തൊക്കെയാണ്? ഒന്ന്, ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. ഇന്ത്യൻ റുപ്പി ഇന്റർനാഷണലൈസ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഇസ് എ പാത്വേ ഫോർ കാലിബ്രേറ്റഡ് അപ്രോച്ച് ടു ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി. അതായത് മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മെല്ലെ മെല്ലെ എന്നുണ്ടാകും, ഇതൊക്കെ ഇന്ത്യ ഡിനോമിനേറ്റഡ് ബോണ്ടുകളാണ് നമ്മൾ അവിടെ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ് മസാല ബോണ്ടുകളൊക്കെ ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ റുപ്പി ഡൊമസ്റ്റിക്കിൽ നിന്നും ഇന്റർനാഷണൽ ആയിട്ട് മാറും. അതായത് മറ്റുള്ള രാജ്യങ്ങളും ഇന്ത്യൻ റുപ്പിയിൽ ഡീൽ ചെയ്യാൻ തുടങ്ങും. അവർ ഇന്ത്യൻ റുപ്പി തന്നെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ റുപ്പി പ്രൊക്യൂർ ചെയ്യും. അപ്പോൾ ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി ക്യാൻ ഹാപ്പൻ ത്രൂ IFSC. രണ്ട്, ഗേറ്റ് വേ ഫോർ ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട് ക്യാപിറ്റൽ ഫ്ലോസ്. ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുമുള്ള ക്യാപിറ്റൽ ഫ്ലോ ഗേറ്റ് വേ ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നു? IFSC വർക്ക് ചെയ്യുന്നു. ഇത് ധാരാളം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നു. ശരിയല്ലേ? ധാരാളം ജോലി അവസരങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ ചെയ്യേണ്ട ജോലികൾ ഇന്ത്യക്കാർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ദെൻ റീജിയണൽ ഫിനാൻഷ്യൽ ഇന്റഗ്രേഷൻ. IFSC എന്താ ഉണ്ടാവുക? നമ്മുടെ റീജിയണൽ, എന്താ റീജിയൻ ഉദ്ദേശിക്കുന്നത്? ഏഷ്യ റീജിയണിലുള്ള രാജ്യങ്ങളിലേക്ക് ഫണ്ട് പോകാനുള്ള ഒരു ഇന്റഗ്രേഷൻ യൂണിറ്റ് ആയിട്ട് IFSC വർക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഏഷ്യയിലുള്ള ഏക IFSC ആണ് ഗിഫ്റ്റ് സിറ്റി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഏഷ്യയിലെ ചെറിയ രാജ്യങ്ങളിലേക്ക് ഫണ്ട് പോകാനുള്ള ഗേറ്റ് വേ ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നു? ഈ ഗിഫ്റ്റ് സിറ്റി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റഗ്രേഷൻ ഓഫ് റീജിയണൽ ഫിനാൻഷ്യൽ ഇന്റഗ്രേഷൻ ഇത് സഹായിക്കുന്നു. ദെൻ ഡെവലപ്മെന്റ് ഓഫ് നിച്ച് ഏരിയാസ്. ഈ നിച്ച് ഏരിയാസ് ഉണ്ട്, നമ്മുടെ ചില സ്പെസിഫൈഡ് ഏരിയാസ് ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. എന്താണ്? IFSC ടു ബി ലിവറേജ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് നിച്ച് ഫിനാൻഷ്യൽ സെക്ടർ ആക്ടിവിറ്റീസ് ലൈക്ക് ബുള്ളിയൻ എക്സ്ചേഞ്ച്, എയർക്രാഫ്റ്റ് ആൻഡ് ഷിപ്പ് ലീസിംഗ്. ബുള്ളിയൻ എക്സ്ചേഞ്ച്, എയർക്രാഫ്റ്റ്, ഷിപ്പ് ലീസിംഗ് പോലെയുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ വളരെ കുറച്ച് മാത്രം ട്രേഡിംഗ് ചെയ്യുന്ന ആ ഏരിയകളും ഡെവലപ്പ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? IFSC സഹായിക്കുന്നു. ഇന്നോവേഷൻ ഫിനാൻഷ്യൽ, പുതിയ ഫിനാൻഷ്യൽ സർവീസുകൾ ഇന്നോവേറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ അതോറിറ്റി. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ അതോറിറ്റി അത് നമ്മൾ അതിന്റെ അടുത്ത് എന്താണ് ഒരു റണ്ണിങ് കമന്ററി ആണ്. ഗിഫ്റ്റ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായത് എന്നുള്ളതാണ് അടുത്ത പിക്ചറിൽ കാണിക്കുന്നത്. ദ ലേറ്റസ്റ്റ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സെന്റർ ഇൻഡെക്സ് London report in 2022 puts IFSC and Gift City at the topmost 15 centers globally, which are likely to become more significant over the next 2 to 3 years. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 15 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിൽ ഒന്നായിട്ട് ഗിഫ്റ്റ് സിറ്റി വളർന്നിട്ടുണ്ട്. 2022 റാങ്കിംഗ് ആണ്. ഇൻ ദ ഫസ്റ്റ് കമേഴ്ഷ്യൽ ബിൽഡിംഗ് 2013 ഗിഫ്റ്റ് സിറ്റിയിൽ വന്നത്. 2015 IFSC സ്കീം RBI, SEBI, IRDA ഇവരെന്ത് ചെയ്തു? ഈ IFSCയെ എന്ത് ചെയ്തു? ഓപ്പറേഷണലൈസ് ചെയ്തു. ഈ സമയത്ത് ഇവർ തന്നെ ആയിരുന്നു ഇതിനെ റെഗുലേറ്റ് ചെയ്തിരുന്നത്. RBIയും SEBIയും IRDA ഒക്കെ തന്നെയായിരുന്നു ഇവരെ റെഗുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ 2015 ഓപ്പറേഷണലൈസ്, 2014 ഫസ്റ്റ് ബിൽഡിംഗ് 2015 ഓപ്പറേഷണലൈസ് ചെയ്തു. പക്ഷേ ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സ് തന്നെയായിരുന്നു അവർ റെഗുലേറ്റേഴ്സ്. 2019 എന്ത് ചെയ്തു? IFSC അതോറിറ്റി ആക്ട് കൊണ്ടുവന്നു. അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററുകൾക്ക് ഒരു പുതിയ അതോറിറ്റി ആവശ്യമാണ്, ഒരു സ്ട്രക്ചറൽ അതോറിറ്റി ആവശ്യമാണ്, റെഗുലേറ്റർ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് 2015 മുതൽ 19 വരെ ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സ് തന്നെ ഉണ്ടായിരുന്നത്. 19 IFSC ആക്ട് കൊണ്ടുവന്നു. ഒക്ടോബർ 2020 IFSCയെ എന്ത് ചെയ്തു? ഈ IFSCയിലെ എല്ലാ ആക്ടിവിറ്റികളിലും റെഗുലേറ്ററി അതോറിറ്റി ഏറ്റെടുത്തു. അപ്പൊ എന്നായിട്ട് 2019 ആക്ട് വന്നിട്ട് 2020 ഒക്ടോബറിലാണ് IFSCA നിലവിൽ വന്നത്.
And IFSCA notified 20 plus regulations and framework for various financial services. 2022 ആകുമ്പോഴേക്കും 20ഓളം റെഗുലേഷൻസ്, സെബി റെഗുലേഷൻസ് പോലെ IFSCA റെഗുലേഷൻസ് കൊണ്ടുവന്നു. 20ഓളം റെഗുലേഷൻസ് IFSCAയിലേക്ക് ആര് കൊണ്ടുവന്നു? IFSCA കൊണ്ടുവരേണ്ടായി. ആരൊക്കെയാണ് ഇവിടെ ബിസിനസ് ആക്ടിവിറ്റികൾ നടത്തുന്നത്? ഇത് നമുക്കറിയാം. ആരൊക്കെയാണ്? ബാങ്കുകൾ, ഇന്ത്യൻ ബാങ്കുകളും ഫോറിൻ ബാങ്കുകളും ഇവിടെ ആക്ടിവിറ്റി നടത്തുന്നു. ഇന്ത്യൻ ബാങ്കുകൾ ഇന്ത്യക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഫോറിൻ ബാങ്കുകൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ യൂണിറ്റുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ്, കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളുണ്ട്, ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉണ്ട്, ഡെപ്പോസിറ്ററി ഉണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്, ദെൻ അതർ ടൈപ്പ് ഓഫ് ഡീലേഴ്സ് ഉണ്ട്. അസറ്റ് മാനേജ്മെന്റ് വേറൊരാളുടെ അസറ്റ് വാങ്ങി അത് മാനേജ് ചെയ്ത് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നവരെയാണ് അസറ്റ് മാനേജേഴ്സ് എന്ന് വിളിക്കുന്നത്. അസറ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റികളായിട്ടുള്ള ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ്, വെൽത്ത് മാനേജേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ദെൻ കസ്റ്റോഡിയൽ സർവീസ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദെൻ ഇൻഷുറൻസ് കമ്പനികൾ, ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾ, ഇന്ത്യൻ റീ ഇൻഷുറൻസ് കമ്പനികൾ, ഇന്ത്യൻ ബ്രോക്കേഴ്സ്, ഫോറിൻ ഇൻഷുറേഴ്സ്, ഫോറിൻ റീ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇവിടെ വരും. ഇത് വളരെ രസകരമാണ്. ഒരു ഇന്ത്യക്കാരന് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കമ്പനിയിൽ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റുമോ? പറ്റും. നീ മാത്രമോ യെസ് എന്ന് പറഞ്ഞ്? പറ്റും. ഒരു ഇന്ത്യക്കാരന് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാം. ആ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആ രാജ്യത്തെ നിയമങ്ങളല്ലേ ആപ്ലിക്കബിൾ ആവുക? റീ ഇൻഷുറൻസ്, വലിയ വലിയ ബിഗ് ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മൾ ഗ്ലോബൽ കമ്പനികളാണ് എടുക്കുന്നത്. ഇത് മാത്രമല്ലാതെ ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് പ്രീമിയം എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഗ്ലോബൽ സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും, ഗ്ലോബൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആര് വർക്ക് ചെയ്യും? IFSC വർക്ക് ചെയ്യും. ഇൻഷുറൻസ് പോളിസികൾ ഒരു സൈഡില്, രണ്ടാമത്തെ സൈഡിൽ എന്താണ്? ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റുകൾ. ഇത് രണ്ടും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് ഇന്ത്യയിലേക്കും ചാനലൈസ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? IFSC സഹായിക്കുന്നു. Other financial service institutions like finance company, global corporate treasury center, international trade finance service platform, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, IFSCയിൽ കാണാൻ സാധിക്കും. എമർജിംഗ് ആക്ടിവിറ്റികളായിട്ടുള്ള ഗ്ലോബൽ ഫിൻടെക് ഹബ്ബ്, എന്താണ്? ഫിനാൻഷ്യൽ ടെക്നോളജി ഹബ്ബുകൾ. ഈ നമ്മൾ പറയില്ലേ ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ് വേസ്, അതുപോലെ ഓൺലൈൻ ഇൻഷുറൻസ്, ഇതൊക്കെയാണ് ഫിൻടെക്. ഫിൻടെക് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ടെക്നോളജി ഉപയോഗിച്ച് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന കമ്പനികൾ. അത് മ്യൂച്വൽ ഫണ്ടുകളാകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളാകാം, അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന കമ്പനികളാകാം. പേയ്മെന്റ് ക്രെഡ് ഒക്കെ ഉണ്ടല്ലോ, ക്രെഡ്, അതൊക്കെ ഫിൻടെക് കമ്പനിയാണ്. അല്ലെങ്കിൽ UPI പേയ്മെന്റ് ഗേറ്റ് വേസ് എന്താകാം? ഫിൻടെക് കമ്പനിയാണ്. ഇതൊക്കെ ഫിൻടെക് കമ്പനിയാണ്. അപ്പൊ ഫിൻടെക് ഹബ്ബായിട്ട് മാറുന്നു. അപ്പൊ ഉദാഹരണം ഇമ്മാനുവൽ മാക്രോൺ അല്ലെ, ഫ്രാൻസിന്റെ. ആരാ ഇമ്മാനുവൽ മാക്രോൺ? ഞാനല്ല. ഫ്രാൻസിന്റെ ആരോ ആണോ സംശയം എനിക്ക്? ആണോ? ഫ്രാൻസാന്നെങ്കിലും പറയാൻ മതി എനിക്ക്. 10 വർഷം മുമ്പ് ഇവിടെ UPI പേയ്മെന്റ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫേമസ് പ്രസംഗമുണ്ട്. P. ചിദംബരം ചെയ്ത പ്രസംഗമാണ്. ഒരാൾ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും വാങ്ങിയാൽ അയാൾ കൊടുക്കേണ്ടത് 7 രൂപ 50 പൈസയാണെങ്കിൽ ഇതെങ്ങനെയാണ് നിങ്ങൾ ഡിജിറ്റലായിട്ട് പേ ചെയ്യുക? ഡു യു ബിലീവ് ദാറ്റ് ഈ വെണ്ടർ വിൽ ബി ഹാവിങ് എ POS മെഷീൻ ഓർ ഷീ വിൽ ബി ഹാവിങ് എ മൊബൈൽ? അത്രയും ഇന്റർനെറ്റ് കണക്ട് ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്ന് P. ചിദംബരം പാർലമെന്റ് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനെ വെച്ചുകൊണ്ടാണ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ UPI പേയ്മെന്റ്സ് നടത്തുന്നതും UPI പേയ്മെന്റ്സിന്റെ ഇന്നോവേറ്റേഴ്സും ഇന്ത്യയാണ്. ഇന്ത്യയുടെ റുപേ എന്ന് പറയുന്ന പേയ്മെന്റ് ഗേറ്റ് വേ അല്ലെങ്കിൽ ഭീം എന്ന് പറയുന്ന പേയ്മെന്റ് ഗേറ്റ് വേ ആണ് ഇന്ന് ഫ്രാൻസിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഗൾഫിലെ ഇന്ന് അബുദാബിയായിട്ട് നമ്മൾ സൈൻ ചെയ്തു. അബുദാബിയിൽ നമ്മുടെ റുപേ ആണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ UPI പേയ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ എനിക്ക് കാശ് വേണ്ട. റുപേ പേയ്മെന്റ് ഫിനാൻഷ്യൽ ടെക്നോളജി നമ്മളാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ചിദംബരം ചോദിച്ചത് തെറ്റല്ല. ചിദംബരം അന്നത്തെ സിറ്റുവേഷനിൽ നിന്ന് ഇത്രമാത്രം വലിയൊരു മാറ്റം ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്നത്തെ റിയാലിറ്റി എന്താണ്? ഇന്നത്തെ റിയാലിറ്റി അതിനേക്കാട്ടിലും വലിയ ചേഞ്ചുകൾക്ക് നമ്മൾ റെഡിയാണ്. ഇന്ന് കറൻസി ഇല്ലാത്ത പേയ്മെന്റ് നടത്താനൊക്കെ നമ്മൾ റെഡിയാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി ഇല്ലാത്ത മണി, എന്താണ്, നോട്ടില്ലാത്ത മണി, പേപ്പർ നോട്ടില്ലാത്ത പണം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനി ഡേ അടുത്ത വർഷം പറയുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് പേപ്പർ ബാക്കപ്പ് ഇല്ല, നിങ്ങൾക്ക് എവിടെ നിന്നും കറൻസി ആയിട്ട് കാശ് കിട്ടില്ല, ATM പോയാൽ ക്യാഷ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആവണ്ട. There will be some currency you will be receiving. For that you will not get currency.
നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 500 രൂപ ക്രെഡിറ്റ് ചെയ്തു ഹരി, അതിനപ്പുറത്ത് വരെയാണ് ഇറ്റ് ഈസ് ഡിജിറ്റൽ എന്ന് ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആ 500 രൂപ നിങ്ങൾക്ക് എന്തായിട്ട് പറ്റില്ല, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നോ കറൻസി ബാക്കപ്പ്. കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവുക, നോ കറൻസി ബാക്കപ്പ്, 100% ഓൺലൈൻ. തലനടിയിൽ കാശ് വെച്ച് കടന്നുറങ്ങാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റില്ല, ഇനി ഒന്നിനും പറ്റില്ല. ഇതൊക്കെ വലിയ റെവല്യൂഷൻസ് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യ ട്രൈ ചെയ്തുകൊണ്ട് ടെസ്റ്റ് ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പീരീഡ് അല്ലേ. ഇനി 1-2 കൊല്ലം കൊണ്ട് ചിലപ്പോൾ അത് ലോഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിലോ. യു വിൽ ബി ഹാവിംഗ് 2 types of money coming into your account. Krishnavani transfer the fees and my account says digital money, Rajiv. If I go to ATM with that money and I want to withdraw money, if I don't have proper currency backup, എനിക്ക് എന്ത് കിട്ടില്ല, കറൻസി കിട്ടില്ല. സോറി, currency cannot be disbursed on this transaction. ഇതിന്റെയൊക്കെ ഒരു ബ്യൂട്ടി അറിയാമോ, 100% ടാക്സബിൾ ആവും പണം. ഡിമോണിറ്റൈസേഷന്റെ പിതാവാണ് ഈ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. ഡിമോണിറ്റൈസേഷൻ തന്നെ കുറെ അധികം ടാക്സബിൾ ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഡിജിറ്റലൈസേഷൻ ഇസ് ഗോയിങ് ടു ബി ഹിറ്റിംഗ് ദ മാർക്കറ്റ്. ലൈക്ക് കമ്മിങ് ഇയേഴ്സിൽ എന്തായാലും വരും. നിങ്ങൾക്കൊക്കെ ഡെഫിനറ്റ് ആയിട്ടും കാണാൻ പറ്റും. നിങ്ങളൊക്കെ ആ പണം ഉപയോഗിക്കും, ശമ്പളം വാങ്ങും, അതൊക്കെ ഉപയോഗിക്കും. ആൻഡ് ഫോർ ദാറ്റ് മണി ദർ ഇസ് നോ കറൻസി. നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് സൂക്ഷിക്കാനോ ഒളിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല. എവറി ട്രാൻസാക്ഷൻ വിൽ ബി ട്രാക്ക്ഡ്. അപ്പോൾ ഗ്ലോബൽ ഫിനാൻഷ്യൽ ടെക് ഹബ്ബായിട്ട് ഇത് മാറുന്നു. ഗ്ലോബൽ ഇൻഹൗസ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് അവിടെയുണ്ട്. എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിങ് അവിടെയുണ്ട്. സസ്റ്റൈനബിൾ ഫിനാൻസ്. എന്താ സസ്റ്റൈനബിൾ ഫിനാൻസ് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാൻ സഹായിക്കുന്നു. ആൻസിലറി സർവീസസ്, പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡേഴ്സ്, നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാം. കമ്പനി സെക്രട്ടറീസിനൊക്കെ ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടാൻ നമ്മൾ എവിടേക്ക് പോകണ്ട, മറ്റു രാജ്യങ്ങളിലേക്ക് പോകണ്ട. 110 രാജ്യങ്ങളിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് MOU ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും IFSC വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തേക്കും പോകണ്ട. നമുക്ക് നേരെ അടുത്ത ട്രെയിൻ, അടുത്ത ബസ് വിളിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് IFSC പോയാൽ മതി. അവിടെ നമുക്ക് ഇന്റർനാഷണൽ സർവീസ് കൊടുക്കാൻ പറ്റും. വിൽ ഗെറ്റ് എക്സ്പോഷർ ടു ഇന്റർനാഷണൽ. നാളെയൊക്കെ നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ, പുതിയ കുട്ടികൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവരോട് ചോദിക്കും, യു വാണ്ട് ട്രെയിനിങ് ഇൻ ഇന്ത്യ ഓർ IFSC? If you are going to IFSC, you will get American company വേണോ, UK company വേണോ, you will get exposure to that law. മാറ്റങ്ങളാണ് കേട്ടോ, അതൊക്കെ വലിയ മാറ്റങ്ങളാണ്. Then International Financial Service Center Authority, IFSCA, ഒരു മേജർ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇൻ ദ ജേർണി ഓഫ് IFSC towards becoming global competitive international financial center occurred in 2019. നമ്മുടെ രാജ്യത്തിലെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററുകളുടെ യാത്രയിൽ ഏറ്റവും വലിയ മാറ്റം അല്ലെങ്കിൽ റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടായത് 2019 2019 എന്ത് തീരുമാനിച്ചത്, പുതിയതായിട്ടുള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റി IFSCകൾക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് IFSCA ആക്ട് കൊണ്ടുവന്നത്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ അതോറിറ്റി ആക്ട് കൊണ്ടുവന്നത്. അപ്പൊ 2019 ദ കീ മൈൽ സ്റ്റോൺ. അതിന്റെ കീ മൈൽ സ്റ്റോൺ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആൻ IFSCA. 2019 ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു IFSCA ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, IFSCകൾക്ക്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ യൂണിറ്റുകൾക്ക് അവർക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആൻഡ് യൂണിഫൈഡ് റെഗുലേറ്ററെ ഇത് കൊണ്ടുവന്നു. IFSCA വന്നതോടുകൂടി എന്തായി, ഡെഡിക്കേറ്റഡ് ആൻഡ് യൂണിഫൈഡ് റെഗുലേറ്റർ വന്നു. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് പറഞ്ഞാൽ, IFSCA വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഇവരുടെ ഈ ആക്ടിവിറ്റികളൊക്കെ ചെയ്തിരുന്നത് ആരായിരുന്നു? ഇത് ചെയ്തിരുന്നതൊക്കെ മൾട്ടിപ്പിൾ ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സ്. ആരൊക്കെയായിരുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, IRDA അല്ലെങ്കിൽ PFRDA അല്ലെങ്കിൽ SEBI, ഇവരൊക്കെ പണം ചേർന്നിട്ടായിരുന്നു ഇതിന് റെഗുലേറ്റ് ചെയ്തിരുന്നത്. അതായത് സംഗതി പറയുമ്പോൾ ഇന്റർനാഷണൽ ആണെങ്കിലും സംഗതി റെഗുലേറ്റ് ചെയ്തിരുന്നത്, നിയന്ത്രിച്ചക്കാരൊക്കെ ആയിരുന്നു ഇന്ത്യക്കാർ തന്നെയായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ IFSCയിൽ ഉണ്ടായിരുന്നു. അതായത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് IFSC ആയിട്ട് ഇത് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ മൾട്ടിപ്പിൾ ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സ് ആയിരുന്നു ഇത് റെഗുലേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ റെഗുലേറ്ററി ഓവർലാപ്പ് വന്നു. എന്താ റെഗുലേറ്ററി ഓവർലാപ്പ്? ഞാനാണോ രാജാവ്, നീയാണോ രാജാവ്, ഞാനാണോ കൺട്രോളർ, നിങ്ങളാണോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ. റെഗുലേറ്ററി ഓവർലാപ്പിന് മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സ് ഉള്ളപ്പോൾ അമ്മ പറയാണ് വടക്കോട്ട്, അച്ഛൻ പറയാണ് തെക്കോട്ട്, നമ്മളിപ്പോ എന്താ ചെയ്യാം, പടിഞ്ഞാട്ട്. അങ്ങനെയാണ് അല്ലെ? അങ്ങനെയാണ് ഉണ്ടാവുക. അമ്മ നമ്മൾ പറയാണ് വടക്കോട്ട് പോ, അച്ഛൻ പറയാണ് തെക്കോട്ട് പോ. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ പോകണ്ടേ? ആരെയും വെറുപ്പിക്കണ്ട, നടുഭാഗം പിടിക്കണ്ടേ, നമ്മൾ പടിഞ്ഞാട്ടങ്ങ് പോകും. അങ്ങനെയായിരുന്നു IFSCയിൽ ഉണ്ടായിരുന്നത്. IFSCയിൽ എന്തായിരുന്നു, മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സ് വന്നപ്പോൾ എന്തുണ്ടായി, ഓരോരുത്തരുടെ വയലേഷൻസും വേറൊരാളുടെ മുകളിലേക്ക് ഇട്ടിട്ട് അവരെന്ത് രക്ഷപ്പെടാൻ തുടങ്ങി. അത് വലിയൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. അതാണ് അതിന്റെ മേജർ ഇഷ്യൂ. 2, ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. എല്ലാവരും ഒന്നിനെ ഒരുപോലെയല്ല കാണുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ വയലേഷനെ
അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രോസസ്സിനെ എല്ലാ റെഗുലേറ്റേഴ്സും ഒരുപോലെ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങി. അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായി. ദെൻ റെഡ്യൂസ്ഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈ എല്ലാ റെഗുലേറ്റേഴ്സിന്റെയും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യൂണിറ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അവിടെ. അതുകൊണ്ട് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ അത് ബാധിച്ചു. അപ്പൊ യൂണിറ്റുകൾ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായി, യൂണിഫോം ആയിട്ടുള്ള ഒരു അഡ്വൈസർ കിട്ടാണ്ടായി, റെഗുലേറ്ററി ഓവർലാപ്പുകൾ വന്നു. ഇതെല്ലാം എന്തായിരുന്നു 2019 വരെ IFSCയുടെ പ്രശ്നങ്ങളായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, 2019 IFSCA കൊണ്ടുവരുന്നത്. സിംഗിൾ വിൻഡോ റെഗുലേറ്ററി വന്നു. അപ്പൊ എന്തുണ്ടായി, യൂണിഫോമിറ്റി ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി, റെഗുലേറ്ററി ഓവർലാപ്പിന് സാധ്യതയില്ല. അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിച്ചു. ഒരൊറ്റ ലൈസൻസ് മതി, 4 ലൈസൻസോ 5 ലൈസൻസോ വേണ്ട, ഒരൊറ്റ ലൈസൻസ് മതി, യു ക്യാൻ ഓപ്പറേറ്റ് ഇൻ IFSC. IFSCA is statutorily empowered to, എന്താണ് സ്റ്റാറ്റ്യൂട്ടറിലി IFSCക്ക് എന്തൊക്കെ അധികാരങ്ങളാണുള്ളത്? ദേ ക്യാൻ ഡെവലപ്പ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ IFSC. IFSCയിലെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റെഗുലേറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് സർവീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ IFSC. IFSCയിലെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ, സർവീസുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? IFSC ആണ്. അപ്പൊ IFSCയുടെ ജോലികൾ എന്തൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? ഒന്ന്, IFSCയിലെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുക, അവിടെയുള്ള ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ, സർവീസുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുക. അപ്പൊ എന്താണ്, ഡെവലപ്പ് ഫിനാൻഷ്യൽ സർവീസസ് മാർക്കറ്റ് ഇൻ IFSC, ദെൻ റെഗുലേറ്റ് ദ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്, സർവീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ IFSC. എന്തൊക്കെ അധികാരങ്ങളാണ് IFSCക്ക് ഉള്ളത്? പവേഴ്സ് ഓഫ് IFSC. ദ ആക്ട് ഓതറൈസസ് IFSCA to exercise powers of 4 domestic regulators. 4 ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സിന്റെ അധികാരങ്ങളാണ് IFSCAക്ക് ഈ 2019 ആക്ട് പ്രകാരം കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? ഏതൊക്കെ റെഗുലേറ്റേഴ്സ് ആണ്? ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. മൂന്നാമത്തത് ആരാണ്? ഇൻഷുറൻസ് ആൻഡ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ദെൻ ആരാണ്? പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, PF. പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെയൊക്കെ അധികാരങ്ങൾ ആർക്ക് കൊടുത്തു? ഈ IFSCAക്ക് കൊടുത്തു. ഈ പവേഴ്സ് എന്താണ്? ആർ എക്സസൈസ്ഡ് അണ്ടർ 14 സെൻട്രൽ ആക്ട്സ് ഇൻ റിലേഷൻ ടു IFSC. ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ 15 ഉണ്ട്, 15 സെൻട്രൽ ആക്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതെല്ലാം IFSCയിൽ നോക്കി. ദീസ് പവേഴ്സ് ആർ എക്സസൈസ്ഡ് അണ്ടർ 15 സെൻട്രൽ ആക്ട്സ് ഇൻ റിലേഷൻ ടു IFSC. IFSCക്ക് വേണ്ടി 15 സെൻട്രൽ ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗവൺമെന്റ്. ഈ ആക്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് IFSC എന്ത് ചെയ്യുന്നത്? ഈ അധികാരങ്ങൾ ഉപയോഗിക്കുന്നത്. IFSCയെ വരുന്നതിന് മുമ്പ് മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സും യൂണിഫോമിറ്റി ഒപ്പീനിയൻ ഇല്ലായ്മയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി 2019 IFSCA കൊണ്ടുവരുന്നു. ഈ IFSCA കൊണ്ടുവന്നതോടുകൂടി മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള RBI, SEBI, IRDA, PFRDA ഇവരുടെ അധികാരങ്ങളൊക്കെ ആർക്ക് കൊടുത്തു? IFSCAക്ക് കൊടുത്തു. ഈ അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി 15ഓളം സെൻട്രൽ നിയമങ്ങൾ IFSCക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്? IFSC ആണ്. IFSCയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? IFSCയുടെ പവേഴ്സ് എങ്ങനെയൊക്കെയാണ്? അത് ക്വാസി ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ്. 3 തരം പവേഴ്സ് ആണ് ഇവർക്കുള്ളത്. എന്താണ് ഈ ക്വാസി ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാല്? സെബിയുടെ അതേ അധികാരങ്ങളാണ്. ക്വാസി ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ആക്ട് അല്ല, ഒരു ആക്ട് പ്രകാരം അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? പുതിയ റെഗുലേഷൻസ് ഉണ്ടാക്കാം. നിയമമല്ല അവരുണ്ടാക്കുന്നത്, എന്നാൽ അവരൊരു സബോർഡിനേറ്റ് ലെജിസ്ലേഷനുമാണ്. അവരുണ്ടാക്കുന്ന റെഗുലേഷൻസിന് എന്തുണ്ട്? വാലിഡിറ്റി ഉണ്ട്. ക്വാസി ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അല്ലാതെ ഒരു അതോറിറ്റി നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്വാസി ലെജിസ്ലേറ്റീവ്. എന്നാണ് ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ്, അസംബ്ലി അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി. ഇവർക്കാണ് ലെജിസ്ലേറ്റീവ് പവർ. ശരിക്കും പാർലമെന്റിനും അസംബ്ലിക്കാണ് എന്തുള്ളൂ? ലെജിസ്ലേറ്റീവ് പവർ ഉള്ളൂ. അവരല്ലാതെ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സെബിയെ പോലെ ആർക്കുണ്ട്? IFSCക്ക് ഉണ്ട്. ദെൻ എക്സിക്യൂട്ടീവ്. എന്താ എക്സിക്യൂട്ടീവ്? അവരുണ്ടാക്കുന്ന നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ അധികാരം അവർക്കുണ്ട്. എന്താണ് ജുഡീഷ്യൽ? ആ നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കാൻ, ആക്ഷൻ എടുക്കാൻ, അവർക്കെതിരെ ഓർഡർ ഇഷ്യൂ ചെയ്യാൻ അധികാരം ആർക്കുണ്ട്? IFSCക്ക് ഉണ്ട്. IFSCA ഈസ് പെർഫോമിംഗ് എന്തൊക്കെയാണ്? ക്വാസി ജുഡീഷ്യൽ. എന്താണ് ക്വാസി ജുഡീഷ്യൽ? ക്വാസി ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. എന്താണ്? റെഗുലേഷൻസ് ഉണ്ടാകുന്നു, ഗൈഡ് ലൈൻസ് ഉണ്ടാകുന്നു. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റുകളെ രജിസ്റ്റർ ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഫോഴ്സ്മെന്റ്, അഡ്ജുഡിക്കേഷൻ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നു. കേട്ടോ? അപ്പം IFSC എന്താ ചെയ്യണത്? റെഗുലേഷൻസ് ഉണ്ടാക്കുന്നു. ഇത് എന്ത് ഫംഗ്ഷനാണ്? IFSCA റെഗുലേഷൻസ് ഉണ്ടാക്കുന്നു. എന്ത് ഫംഗ്ഷനാണത്? IFSCയുടെ എന്ത് തരം ഫംഗ്ഷനാണത്? ക്വാസി ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ആണ്.
IFSCയെ ലൈസൻസ് ഗ്രാന്റ് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു. എന്ത് ഫംഗ്ഷൻ ആണത്? എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ്. IFSCയെ എൻഫോഴ്സ്മെന്റ് ആക്ഷൻ എടുക്കുന്നു, റെയ്ഡ് നടത്തുന്നു, അല്ലെങ്കിൽ കേസ് പെനാൽറ്റി, എന്ത് ഫംഗ്ഷൻ ആണ്? ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ആണ്. ക്ലിയർ അല്ലേ? എന്ന് മുതലാണ് ഇതൊക്കെ ആ പാരഗ്രാഫിൽ ഉണ്ട് കേട്ടോ. അതിന്റെ അടുത്ത ലൈനുകളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അടുത്ത പാരഗ്രാഫിലാണ് ഓപ്പറേഷണലൈസേഷൻ ഓഫ് IFSCയെ കുറിച്ച് പറയുന്നത്. എന്ന് മുതൽ IFSC നിലവിൽ വന്നത് 1 ഒക്ടോബർ 2020 ദെൻ ഈ ഡേറ്റ് മുതൽ IFSCയെ RBIക്കും സെബിക്കും IRDAയ്ക്കും PFRDAയ്ക്കും ഒക്കെ IFSC എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടായിരുന്നുവോ അതെല്ലാം ഏറ്റെടുത്തു? IFSCയെ ഏറ്റെടുത്തു. took charge of India's maiden IFSC at GIFT City. GIFT Cityയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു റെഗുലേറ്റർ ആയിട്ട് ആര് മാറി? IFSCയെ മാറി. എന്താണ് ഇവരുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി? IFSCയുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി. To develop IFSCയെ adopted a calibrated and multi-pronged strategy. ഇവരുടെ കയ്യിൽ എന്താണ്? ഒരു കാലിബ്രേറ്റർ. കാലിബ്രേറ്റർ എന്ന് പറഞ്ഞാൽ വെൽ കാൽക്കുലേറ്റഡ് എന്നാണ്. കാലിബ്രേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഒരു മെഷീൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന പ്രോസസ്സിനെ, അല്ലെങ്കിൽ ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാക്കുന്നതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മുമ്പൊക്കെ ടച്ച് സ്ക്രീൻ ഫോൺ വരുന്ന സമയത്ത് ആ ടച്ച് സ്ക്രീനിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, കാലിബ്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ ടച്ച് സ്ക്രീനിൽ ഏതെങ്കിലും ഒരു ഭാഗം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ചില സമയത്ത് അമർത്തുമ്പോൾ അത് ടച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. അതൊന്നും ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ കാണുന്നില്ല. പോവുകയാണെങ്കിൽ ഒരുമിച്ച് പോവും, അല്ലെ? അങ്ങനെ അല്ലെങ്കിൽ പോവില്ല. അങ്ങനെ പണ്ട് അങ്ങനെയല്ല. പണ്ടൊക്കെ ഈ പിക്സൽ വെച്ച് ഏതെങ്കിലും ഒരു സൈഡാണ് പോവുക. അപ്പൊ അതിന്റെ ആ സ്ട്രിപ്പ് പോയിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കാലിബ്രേഷൻ റൺ ചെയ്യും. കാലിബ്രേഷൻ ടൂൾ ഉണ്ട്. ആ കാലിബ്രേഷൻ ടൂൾ റൺ ചെയ്താൽ ഇതെന്ത് ചെയ്യും? ഇതെല്ലാം ചെക്ക് ചെയ്യും, ക്രോസും ഒക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് പറയും ഈ ഭാഗത്തെ സെൻസർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പൊ അതിനകത്ത് എന്താണ്? ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനും അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും അധികാരമുള്ളതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. സോ IFSC എന്താ ചെയ്യുന്നത്? ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച്. അല്ല, കാലിബ്രേറ്റഡ് അപ്രോച്ച് സിസ്റ്റം അങ്ങനെ ഇരുന്നോട്ടെ, അതിലുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തി അതിനെ ശരിയാക്കി എടുക്കുക. 2, മൾട്ടി പ്രോങ്ഡ് സ്ട്രാറ്റജി. മൾട്ടി പ്രോങ് വിവിധ തരത്തിലുള്ള സ്ട്രാറ്റജികളാണ് IFSC ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ 1, ഇന്റർനാഷണലി അലൈൻഡ് റെഗുലേറ്ററി വർക്ക്. ഇവരുടെ റെഗുലേറ്ററി വർക്ക് എങ്ങനെയായിരിക്കും? ഇന്റർനാഷണലി അലൈൻഡ് ആയിരിക്കും. എന്താ ഇന്റർനാഷണൽ അലൈൻഡ്? ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെ നിയമങ്ങളാണോ ഉള്ളത് ആ നിയമങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക സെറ്റ് ഓഫ് നിയമങ്ങളാണ് എവിടെ കൊണ്ടുവരിക? IFSCയിൽ കൊണ്ടുവരിക. അവിടെ ഇന്ത്യൻ നിയമത്തിനല്ല എന്ത് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി. എന്തിനാണ്? ഗ്ലോബൽ പ്രാക്ടീസുകൾക്കാണ് പ്രയോറിറ്റി. ഇത് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെ ഇന്ത്യയിൽ ചെയ്താൽ എന്താ കുഴപ്പമെന്ന ചോദ്യം. ഇന്ത്യയിൽ ചെയ്താൽ ഇന്ത്യയിലെ സിസ്റ്റം മൊത്തം തെറ്റും. ഇന്ത്യയിലെ ഓരോ രാജ്യത്തിനും അവരുടേതായ ചില ചട്ടക്കൂടുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നല്ലേ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ 150 കോടി ജനങ്ങൾക്കും ഈ മാറ്റങ്ങൾ മുഴുവൻ ഒരു ദിവസം അപ്ലൈ ചെയ്താലോ? അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഇപ്പോഴത്തെ സിസ്റ്റം മൊത്തം ബ്രേക്ക് ഡൗൺ ആവും. അപ്പൊ ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഒരു പ്രത്യേക സ്ഥലം കാർവ് ഔട്ട് ചെയ്ത് അവിടെ മാത്രം പുതിയ നിയമങ്ങൾ കൊടുക്കുക. അതുവഴി എന്തുണ്ടാകുന്നു? ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഇന്റർനാഷണലി അലൈൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിലെ? ബാങ്കിങ്ങില്, ക്യാപിറ്റൽ മാർക്കറ്റില്, ഫണ്ട് മാനേജ്മെന്റില്, ഇൻഷുറൻസുകളില്. ഇതൊക്കെ എന്താണ്? ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസിനോട് ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസിനോട് ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ ബെഞ്ച് മാർക്കിനോട് അഡ്ജസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് നമുക്ക് കാണാൻ സാധിക്കാം. അതേസമയം IFSCയിലാണെങ്കിലോ ഗ്ലോബൽ ബെഞ്ച് മാർക്ക് ബെസ്റ്റ് പ്രാക്ടീസിനോട് ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പ്രോസസ്സുകൾ കാണാൻ സാധിക്കും. Then onshoring new and niche financial services. നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരേണ്ടുന്ന പുതുമയുള്ള അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാത്ത ഫിനാൻഷ്യൽ സർവീസുകളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് IFSCയെ കണക്കാക്കാൻ പറ്റും. ഏർലിയർ പ്രൊക്യൂർഡ് ഫ്രം ഓഫ് ഷോർ ജൂറിസ്. ഇത് മുമ്പ് നമുക്ക് എവിടുന്നാ വന്നിരുന്നത്? ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ. ഉദാഹരണം വിസ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കാർഡ്, മാസ്റ്റർ കാർഡ് കേട്ടിട്ടുണ്ടോ? ഇത് എവിടുത്തെ കമ്പനിയാ? വിസ ഏത് രാജ്യത്തിലെ കമ്പനിയാണ്? വിസ എന്നൊരു കമ്പനി ഉണ്ടെന്ന് അറിയാമോ? മാസ്റ്റർ കാർഡ് എന്നൊരു കമ്പനി ഉണ്ടെന്ന് അറിയാമോ? നിങ്ങൾ ഈ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും കാണുമ്പോൾ അതിലൊരു വിസയുണ്ട്. ഇത് വിസയാണോ സാർ എന്ന് ചോദിക്കരുത്. ഇത് രണ്ടും അമേരിക്കൻ കമ്പനികളാണ്. ലോകത്തിലെ ആദ്യത്തെ തന്നെ ഫിൻടെക് കമ്പനികളാണ് ഈ വിസയും മാസ്റ്റർ കാർഡും ഒക്കെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ATM അല്ലെങ്കിൽ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയൊരു പൈസ ആർക്ക് കിട്ടുന്നുണ്ട്? വിസയ്ക്കും മാസ്റ്റർ കാർഡിനും കിട്ടുന്നുണ്ട്. ഇതിനു വേണ്ടി ഈ കമ്പനികൾ എന്ത് ചെയ്യുന്നു? ഈ പേയ്മെന്റ് ഗേറ്റ്വേയുടെ ഫുൾ വർക്കുകളും ആർക്ക് കൊടുക്കുന്നു? ബാങ്കുകൾക്ക് കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം.
tomorrow morning you are going to HDFC ATM, you want to withdraw the money. ഫസ്റ്റ് നിങ്ങൾ എന്താ വെച്ചാൽ ഈ കാർഡ് അതിലിടും. ഏത് കാർഡ് ഇട്ടാലും വർക്ക് ചെയ്യോ? ഇല്ല. അതിൽ HDFC പറയും ഇത് വിസ അല്ലെങ്കിൽ മാസ്റ്റർ അല്ലെങ്കിൽ റൂപേ അല്ലെങ്കിൽ HDFC എന്താണ് അപ്രൂവ് ചെയ്ത കാർഡുകൾ മാത്രമല്ല ATM വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇടുന്നു, ഇട്ട ഉടനെ ആ സിസ്റ്റം എന്താ ചെക്ക് ചെയ്യുക, ഇത് വിസയാണോ മാസ്റ്റർ കാർഡാണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യില്ലേ? നിങ്ങളോട് ആ പിന്നടിക്കാൻ പറയില്ല, ആ സമയം കൂടെ എന്തൊക്കെ സംഭവങ്ങൾ ആലോചിച്ചോ. വിസയാണോ മാസ്റ്റർ കാർഡാണോ റൂപേ ആണോ ചെക്ക് ചെയ്യും. ഇത് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ റൂപേ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസ ആണെന്നുണ്ടെങ്കിൽ വിസയുടെ അമേരിക്കയിലെ സെർവറിലേക്ക് പോകും. അവിടെ പോയിട്ട് ഈ കാർഡിന്റെ നമ്പർ അവിടെ ചെക്ക് ചെയ്യും. എന്ത്, ഇങ്ങനെ ഒരു കാർഡ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ. ഉടനെ തന്നെ ആരെ കണ്ടുപിടിക്കണം? കാർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആർക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഇത് HDFC ബാങ്കിനാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എവിടേക്ക് വരണം? HDFCയുടെ സെർവറിൽ ഹിറ്റ് ചെയ്യണം. HDFCയുടെ സെർവറിനെ അറിയുള്ളൂ ഈ കാർഡ് ഏത് ബ്രാഞ്ചിലാണ് ഇഷ്യൂ ചെയ്തതെന്നുള്ളത്. വേണ്ടേ? ആ ബ്രാഞ്ചിൽ പോയി ഹിറ്റ് ചെയ്യണം. ആ ബ്രാഞ്ചിൽ പോയി ചെക്ക് ചെയ്യണം, എന്താ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ, ആക്റ്റീവ് ആണോ, വേണ്ടേ? എന്നിട്ട് ഈ മെസ്സേജുകൾ ഡയറക്ട്ലി ഈ സെർവറിൽ നിന്നും, ബ്രാഞ്ച് സെർവറിൽ നിന്നും HDFC ബാങ്കിന്റെ സെർവർ, വിസയുടെ സെർവർ, അത് തട്ടിമുട്ടി എവിടെ തിരിഞ്ഞ് നിങ്ങളുടെ ATM പോലെ നിങ്ങൾ ആ കാർഡ് കണ്ടിട്ടിട്ട് ഇങ്ങനെ ധൃതി പിടിച്ചുകൊണ്ട് നോക്കുമ്പോൾ അപ്ലൈ പിൻ, എൻ്റർ പിൻ എന്ന് വരും. ഈ സമയം കൊണ്ട് മൈക്രോ സെക്കൻഡ്സിലാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇനി അടുത്തത്, നിങ്ങൾ ഈ പിന്ന് അടിക്കുന്നു. പിന്നെ എങ്ങനെ ചെക്ക് ചെയ്യണേ? പിന്നെ എവിടെ നിങ്ങൾ കൊടുക്കുക? ബാങ്കിലാണോ കൊടുക്കുക, വിസയിലാണോ കൊടുക്കുക? ബാങ്കിലാണ് കൊടുക്കണ്ടേ. ഉടനെ തന്നെ നിങ്ങൾ എന്തടിച്ചു? പിന്നടിച്ചു. പിന്നടിച്ചാൽ ഈ പ്രോസസ് ഫുള്ള് പോണം. തിരിച്ച് അതേ പ്രോസസ് തിരിച്ചു വരണം. പിൻ വെരിഫൈഡ്. വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ യു വാണ്ട് ടു മേക്ക്. ബാലൻസ് നോക്കണോ, സ്റ്റേറ്റ്മെന്റ് എടുക്കണോ, കാശ് എടുക്കണോ, ചോദിക്കില്ലേ? എന്തോരം സ്പീഡിലായി പ്രോസസ് നടക്കുന്നത്. ഇത് മുഴുവൻ എനേബിൾ ചെയ്യുന്ന ആരാണ്? ഇങ്ങനത്തെ ഫിൻടെക് കമ്പനികളാണ്. ഈ കമ്പനികളൊക്കെ എവിടെയുള്ളത്? അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഉള്ളത്. ഈ കമ്പനികൾക്കൊക്കെ അല്ലേ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്? അവിടുത്തെ നിയമപ്രകാരമല്ലേ പേയ്മെന്റ് കൊടുക്കുന്നത്? ഈ കമ്പനികളോടൊക്കെ നമ്മൾ പറയുകയാണ്, നോക്കൂ, ഇനി വാട്ട് എവർ ഇന്ത്യൻ ഓപ്പറേഷൻസ് യു ഹാവ് എൻ ഓഫീസ് ഇൻ IFSC, നിങ്ങൾക്ക് എന്ത് തരാം, അവിടത്തെക്കാട്ടിലും കുറച്ച് ടാക്സ് ഞങ്ങൾ ചാർജ് ചെയ്യുള്ളൂ. ഈ കമ്പനികൾ എന്താ ചെയ്യാം? ഇത് വരില്ലേ? സോ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഫിൻടെക് സർവീസുകളൊക്കെ എവിടേക്ക് വരും? IFSC. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇതൊക്കെ വലിയ സംഭവമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഫിൻടെക് സർവീസ്, കാർഡ് ബേസ്ഡ് ഫിൻടെക് സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനി റൂപേയാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്വന്തം റൂപേയാണ്. ശരിക്കും അവരെക്കാട്ടിലും കൂടുതൽ ഇന്ന് റൂപേയാണ് ലോകത്ത് എല്ലാവരും ഉപയോഗിച്ചത്. RuPay നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ വേറൊരു രാജ്യത്തിലാണെങ്കിൽ നമുക്ക് ഉണ്ടാകാവുമായിരുന്ന എക്സ്ട്രാ എക്സ്പെൻസുകളൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. Regulatory framework, onshoring new and niche financial services to India. അതായത് മുമ്പ് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്ന ഫിനാൻഷ്യൽ സർവീസുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ആ IFSC വഴി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച്, പ്രഷ്യസ് മെറ്റൽ ട്രേഡിംഗ് സ്ഥലമാണ് ബുള്ളിയൻ എക്സ്ചേഞ്ച്. സ്വർണം, സിൽവർ, പ്ലാറ്റിനം, ഡയമണ്ട് ഒക്കെ ട്രേഡ് ചെയ്യുന്ന സ്ഥലം. ദെൻ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസ്, അത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് IFSC മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്? എയർബസിൽ പോയിട്ട് അല്ലെങ്കിൽ ഡസോൾട്ട് പോയിട്ട് അല്ലെങ്കിൽ റാഫേലിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എയർലൈൻസ് വാടകയ്ക്ക് വാങ്ങാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? അവരോട് ഇവിടെ ഒരു ഓഫീസ് തുടങ്ങാൻ പറയാം. നമ്മളവിടെ ഓഫീസ് ഉറപ്പ് കൊടുക്കും. നമ്മുടെ അടുത്ത് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ പറയുന്ന കുറഞ്ഞ ടാക്സ് അടച്ചാൽ മതി. അവർ അവിടുന്ന് വാടകയ്ക്ക് തരുമോ? ഇല്ല, അവർ ഇവിടെ വന്നിട്ട് വാടകയ്ക്ക് തരും. സോ ദാറ്റ് ഓപ്പറേഷൻ ആൾസോ വിൽ ഹാപ്പൻ ഇൻ ഇന്ത്യ ഓൺലി. ആ ടാക്സ് ഇന്ത്യയിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അത് മനസ്സിലാവണ്ട ഞാൻ ഈ പറഞ്ഞത്. ഫ്രാൻസിലുള്ള ദസോൾട്ട് ഏവിയേഷൻ എന്ന് പറഞ്ഞ കമ്പനി, ഈ കമ്പനി ഒരു 10 ഫ്ലൈറ്റ് എയർ ഇന്ത്യക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. ഇതിന്റെ ലീസ് റെന്റ് ആർക്കാ പോവാ? എയർ ഇന്ത്യ ആർക്കാ കൊടുക്കുക? ഫ്രാൻസ് കമ്പനിക്കല്ലേ കൊടുക്കുക. ഒന്നുമില്ല ഇന്ത്യയിലെ ടാക്സ് അല്ലെങ്കിൽ ഫ്രാൻസിലെ ടാക്സ് അവിടെ അടയ്ക്കണ്ടോ? ഇവരോട് പറയാണ്, നിങ്ങൾ ഫ്രാൻസിൽ നിന്ന് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഞങ്ങളുടെ ഒരു IFSC ഉണ്ട്, അവിടെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. അവിടെ നിങ്ങളുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിലെ ആവറേജ് 18% ടാക്സ് ആണ്, ഞങ്ങൾ 4% ടാക്സ് ചെയ്യുള്ളൂ. അവരെന്താ ചെയ്യാ? ഇന്ത്യക്ക് ഒരു 10 വിമാനം വേണമെങ്കിൽ നേരിട്ട് ഫ്രാൻസിൽ നിന്ന് കൊടുക്കുമോ, അത് IFSC കൊടുക്കുമോ? IFSC കൊടുക്കും. കാരണം അവർക്ക് അവരുടെ ടോട്ടൽ വരുമാനത്തിൽ 12% ലാഭമല്ലേ, അല്ലെങ്കിൽ 14% ലാഭമല്ലേ. അപ്പൊ IFSCകൾ എന്ത് ചെയ്യുന്നു? ഫോറിൻ കമ്പനികൾക്ക് എയർക്രാഫ്റ്റ് ലീസിംഗ്, ഷിപ്പ് ലീസിംഗ്, ഫൈനാൻസിംഗ് കമ്പനികൾക്കൊക്കെ എന്ത് ചെയ്യുന്നു? വളരെയധികം വലിയൊരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ദേ വിൽ ഡെഫിനറ്റ്ലി ഓപ്പറേറ്റ് ഫ്രം IFSC. ഫിൻടെക് സർവീസുകൾ, ദെൻ ഓഫ്ഷോർ എഡ്യൂക്കേഷൻ സർവീസുകൾ. നിങ്ങൾക്ക് എന്താണ് ഈ ഓഫ്ഷോർ എഡ്യൂക്കേഷൻ സർവീസുകളൊക്കെ എവിടെ വരുന്നു? ഈ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിൽ വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാംബ്രിഡ്ജിനാവട്ടെ, അല്ലെങ്കിൽ ഏത് ട്രിനിറ്റി യൂണിവേഴ്സിറ്റി ആവട്ടെ, അല്ലെങ്കിൽ മസാച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റി ആവട്ടെ, ഇവരൊക്കെ എന്താ ചെയ്യണം? ഇവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. വിസ വേണം, കടലാസ് വേണം,
വേണം, ആ സകലകുലാതി സാധനങ്ങൾ വേണം, പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കുറെ കാലം പൈസ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ വിസ തരുള്ളൂ എന്ന് പറയും, അവിടെ താമസിക്കുമ്പോൾ അവിടെ എക്സ്റ്റൻഷൻ പറ്റില്ല എന്ന് പറയും. ഇതുകൊണ്ടൊക്കെ കാരണം കുറെ ആൾക്കാർക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ, അയാള് അയർലൻഡ് പോകാൻ വേണ്ടി കുറെ ശ്രമിച്ചു. വിസയുടെ ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞു ഈ പൈസ അയാളുടെ കയ്യിൽ 12 ലക്ഷം റുപ്യ കഴിഞ്ഞ 6 മാസമായിട്ട് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ സമ്മതിക്കുള്ളൂ. നോക്കിയാൽ 12 ലക്ഷം അല്ല 20 ലക്ഷം പൈസ ഉണ്ട്, പക്ഷെ അത് 6 മാസം ഉറച്ചിട്ടില്ല, അവർ സമ്മതിച്ചില്ല. അങ്ങനെ നമ്മൾ UK പോയി. IFSC ആണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വലിയ ചെലവുള്ള സംഭവമാണ്, വലിയ ചെലവാണ് ഇതിന്. 2 ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട്. പലരും വിസ തരാത്ത എന്തുകൊണ്ടാണ്? ഈ ആൾക്കാർ വന്ന എമിഗ്രേഷന്റെ കഥ ഞാൻ പറഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, എമിഗ്രേഷൻ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോരില്ല, അവിടെ തന്നെ ജോലി ചെയ്ത് അവിടെ തന്നെ താമസിക്കും, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഇനി എന്താ ചെയ്യുക? നേരെ IFSC വന്ന ഓഫീസ് തുടങ്ങും, ക്ലാസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും, അവരെങ്ങോട്ടും പോകില്ലല്ലോ. IFSC ഇപ്പോൾ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പഠിത്തം കഴിഞ്ഞാൽ അമേരിക്കയിലാണ് സെറ്റിൽ ആകാൻ പോകില്ലോ, അവർ നേരെ അടുത്ത ട്രെയിൻ പിടിച്ച് വീട്ടിലേക്കല്ലേ വരിക. സോ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവില്ല. വലിയ വലിയ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇന്ത്യയിൽ തന്നെ അവരുടെ ഓഫ് ഷോർ എഡ്യൂക്കേഷൻ സർവീസസ് സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലാവേണ്ട അതിൻ്റെ ഒരു വലിയൊരു സ്കോപ്പ്. ഇത് മനസ്സിലായാൽ ഈ ചാപ്റ്റർ ഭയങ്കര ഈസിയാണ്. 8 മാർക്ക് ഉണ്ട് അല്ലേ, അതിനാണ് എത്രയും കഷ്ടപ്പെട്ട് പറയണേ. ദെൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബിസിനസ് വളരെ ഈസി അല്ലേ. ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. IFSC ആണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പ്രൊസീജിയർ ആണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കണ്ടിന്യൂസ് എൻഗേജ്മെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നു. അതുവഴി നമ്മൾ എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നു. പ്രൊസീജിയേഴ്സ് എല്ലാം സിംപ്ലിഫൈഡ് ആണ്, സിംഗിൾ വിൻഡോ റെഗുലേഷൻ ആണ്. ഡ്യുവൽ മാൻഡേറ്റ് ഫോർ IFSC എന്താണ്? ഡ്യുവൽ മാൻഡേറ്റ് ഉണ്ട്. എന്താണ് ഈ ഡ്യുവൽ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ? ഇവര് റെഗുലേറ്ററുമാണ്, പിന്നെ ആരാണ്? ഡെവലപ്പറുമാണ്. എന്തൊക്കെയാണ്? റെഗുലേറ്ററുമാണ്, ഡെവലപ്പറും. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്ന ആള്. ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം ഒരിക്കലും ഒരാളെ ദ്രോഹിക്കാനാവരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ ബോൺസായി ഉണ്ട്, ബോൺസായി കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ബോൺസായി? എന്താ ബോൺസായി എന്ന് പറഞ്ഞാല്? വലിയ ഒരു മരത്തിനെ വർഷങ്ങളോളം എടുത്തിട്ട് കുഞ്ഞൻ മരമാക്കി വളർത്തുക എന്നാണ്. ഈ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് കണ്ടാൽ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല, പക്ഷെ അതിനെ കറക്റ്റായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്താണല്ലോ. ഇങ്ങനെ കണ്ണൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിയാല് ഒരാളിങ്ങനെ നിൽക്കാണ്ടാല് നമ്മൾ വിചാരിക്കും ആലൊക്കെ ഉണ്ട്, ഇത്ര പോകുന്ന ആലൊക്കെ ഉണ്ട്. 60 വർഷം 70 വർഷം കൊണ്ട് ഇത്ര പോകുന്ന ആലൊക്കെ ഡെവലപ്പ് ചെയ്ത് ജപ്പാനിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം, ഈ കുഞ്ഞൻ ആലുകള്. അപ്പൊ ഇവിടെ എന്താണ് ഈ കുഞ്ഞൻ ആല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഇത് വളരുന്ന സമയത്ത് ഇതിനെ കമ്പിയൊക്കെ കെട്ടിയിട്ട് അതിനെ വളച്ച് ഉള്ളിലേക്ക് കൊടുന്ന് കട്ട് ചെയ്ത് വളരാൻ സമ്മതിക്കാതെ എന്നാൽ കൊല്ലാതെ വളർത്തണം. റെഗുലേഷൻ ഈസ് ഓൺലി ലൈക്ക് കട്ടിങ് ആ ബ്രാഞ്ച് കട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിനെന്ത് ചെയ്യണം? റെഗുലേഷനൊപ്പം തന്നെ എന്ത് വേണം? ഡെവലപ്പ് ചെയ്യണം. അത് മരിക്കാതെ നോക്കുകയും കൂടി വേണം. അതായത് സാധാരണ ഒരു റെഗുലേറ്റർ എന്താ ചെയ്യാം? നിയന്ത്രിക്കും, പേടിപ്പിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെവലപ്പറോ ചെയ്തോ ഞാൻ നോക്കിക്കോളാം കേട്ടോ, ഞാൻ ഒപ്പുണ്ടെന്ന് പറയാം. അപ്പൊ റെഗുലേറ്ററുടെയും ഡെവലപ്പറുടെയും വർക്കാണ് ആര് ചെയ്യുന്നത്? IFSC ചെയ്യുന്നത്. നിങ്ങൾ ഈ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ സാധനം കണ്ട് കാണണം പോയിട്ട് കേട്ടോ. നല്ല രസമാണ് ഈ കുഞ്ഞൻ മരങ്ങളൊക്കെ കാണാൻ. ഒരാളുടെ എത്ര കാലത്തെ പണിയാണ് ഒരു ഡാർക്ക് ട്രീ എന്നൊക്കെ പറയണത് അല്ലേ? ഭയങ്കര ജോലിയാണത്. നമ്മൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാണില്ലേ, ഈ മൃഗങ്ങളുടെയൊക്കെ രൂപത്തിലുള്ള ചെടികൾ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പോകും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ചെടി എത്ര ദിവസം കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്ന്? ചിലപ്പോൾ 10-10 വർഷം എടുത്തിട്ടുണ്ടാവും. ആ ചെടി ഇങ്ങനെ വളർന്ന് വന്ന് അതിനെ കറക്റ്റ് പ്ലാന്റ് ചെയ്ത് കൊടുന്ന് കട്ട് ചെയ്ത് കൊടുന്ന് അതിനെ ശരിക്കും ഷേപ്പ് ആക്കിയിട്ട് അന്നൊരു ദിവസം നിങ്ങൾ കാണുന്നുള്ളൂ. ഒരു മിനിറ്റിലാണ് നിങ്ങൾ കണ്ടു തീർക്കുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ ചില ആൾക്കാർ വർഷങ്ങളോളം പണിയെടുത്തിട്ടുണ്ടാവും ഒരു മരം അങ്ങനെ ആക്കിയെടുക്കാൻ. അപ്പൊ ഇതൊക്കെ വലിയൊരു ആർട്ടാണ്. നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന പാട്ട് പാടുന്ന ആൾക്കാർക്ക് പോലെ ഒരു ആർട്ടാണ്. IFSC എന്താണ്? ഇറ്റ്സ് എ റെഗുലേറ്റർ ആസ് വെൽ ആസ് ഡെവലപ്പർ. സെക്ഷൻ 12 ഓഫ് IFSC ആക്ട് എന്താ പറയുന്നത്? സെക്ഷൻ 12 പറയുന്നത് ഇൻ അഡീഷൻ ടു റെഗുലേഷൻ it shall be the duty of IFSCA to develop financial institutions, services and products in IFSC. IFSCയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സർവീസുകളും പ്രോഡക്റ്റുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? IFSCയുടെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെയാ പറഞ്ഞേ? 1 റെഗുലേറ്റ് ചെയ്യുക, 2 ഫിനാൻഷ്യൽ സർവീസുകളും പ്രോഡക്റ്റുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? IFSCയുടെ ഉത്തരവാദിത്തമാണ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ അതോറിറ്റി IFSC എന്നാണ് ക്രിയേറ്റ് ചെയ്തത്? ഒന്നുകൂടി പറയട്ടെ. ഒക്ടോബർ 1, 2019 അല്ലെ? അല്ല, 2019 ആക്ടില് ഒക്ടോബർ 1, 2020 നിലവിൽ വരുന്നത് അല്ലെ? ഈ അതോറിറ്റിയുടെ ഉദ്ദേശം എന്താണ്? ഇറ്റ് ഈസ് ടു ഡെവലപ്പ് ആൻഡ് റെഗുലേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ഇൻ IFSC.
ഇതിന് വേണ്ടിയിട്ട് IFSCക്ക് എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത്? RBIയുടെ, സെബിയുടെ, IRDAയുടെ, PFRDAയുടെ ഒക്കെ അധികാരങ്ങൾ ഇവർക്കുണ്ട്. ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്? ലീഗൽ ഫ്രെയിംവർക്ക് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റി ആക്ട് എന്നാണ് വന്നത്? 2019 വന്നു അല്ലേ? ദെൻ ഈ ആക്ടിൽ എന്തൊക്കെയാ ഉള്ളത്? ആക്ട് ഉണ്ട്, അവരുടെ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആക്ട് ഉണ്ട്, റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, സർക്കുലേഴ്സ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന്റെ ആക്ടാണ് 2019 ആക്ട്. അതിനുശേഷം എന്ത് ചെയ്തു? ധാരാളം റെഗുലേഷൻസ് അല്ലെ, 20ഓളം റെഗുലേഷൻസ് ആര് കൊണ്ടുവന്നു? IFSCയെ കൊണ്ടുവന്നു. ആ റെഗുലേഷൻസ് ആണ് താഴത്തെ കൊളത്ത് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബാങ്കിങ് റെഗുലേഷൻ, then finance company regulation, insurance business regulation, insurance intermediary regulation, insurance business registration regulation, then capital market intermediary regulation, market infrastructure institution regulation, issuance and listing of securities regulation, IFSCA fund management regulation, setting up and operation of international branch campuses and offshore education centers regulation 2022 2022 വന്നത്. ദെൻ ഗ്ലോബൽ ഇൻഹൗസ് സെന്റർ റെഗുലേഷൻ, ബുള്ളിയൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ, ഇങ്ങനെയുള്ള ധാരാളം റെഗുലേഷൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അറൗണ്ട് 20ഓളം റെഗുലേഷൻസ് ഉണ്ട് കേട്ടോ. ദെൻ IFSCയുടെ പിന്നെയും ഉണ്ട്. എന്താണ്? IFSCയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഏതൊക്കെ ഗൈഡ് ലൈൻസ് ആണ്? ആന്റി മണി ലോണ്ടറിംഗ്, കൗണ്ടർ ടെററിസ്റ്റ് ഫിനാൻസിംഗ് ആൻഡ് നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻസ് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ ഇൻഷുറൻസ് ഇന്റർമീഡിയറി ഓഫീസേഴ്സ് ഗൈഡ് ലൈൻസും അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ IFSCയുടെ എന്താണ് റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് എന്ന ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ട് ഉണ്ട്, അനുബന്ധമായ റൂൾസും റെഗുലേഷൻസും ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, സർക്കുലേഴ്സ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതൊക്കെ ചേർന്നിട്ടാണ് ഇതുള്ളത്. ആക്ട് 2019 ആക്ട് ആണ്. 12ഓളം റെഗുലേഷൻസും അതുപോലെ തന്നെ ഡിഫറെന്റ് ഗൈഡ് ലൈൻസും സർക്കുലേഴ്സും ഒക്കെ ഇഷ്യൂ. ഇതൊന്നും ഓർക്കാൻ നിൽക്കണ്ട കേട്ടോ, ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആക്ട് മാത്രം ബൈഹാർട്ട് പഠിച്ചാൽ മതി. ബാക്കിക്ക് എന്താണ്? ആ മൾട്ടിപ്പിൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെഗുലേഷൻസ്. ഇനി അഥവാ 1-2 എഴുതണം തോന്നുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്റർമീഡിയറി, ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്റർമീഡിയറി റെഗുലേഷൻ, ഇൻഷുറൻസ് റെഗുലേഷൻ, ഇൻഷുറൻസ് ഇന്റർമീഡിയറി റെഗുലേഷൻ, ഇതൊക്കെ ഉണ്ട് ഇതിൽ. അതായത് ഇന്ത്യൻ മാർക്കറ്റിലുള്ള എല്ലാ ടെർമിനോളജി ഉപയോഗിച്ച് തന്നെയാണ് ഇതിൽ റെഗുലേഷൻ ഉള്ളത്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് IFSCയുടെ പവറും ഫങ്ഷൻസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് IFSC ഏതിലാ പറഞ്ഞത്? സെക്ഷൻ 12 നമ്മൾ ആദ്യം പറഞ്ഞാണ്. സെക്ഷൻ 12 എന്തൊക്കെ അധികാരങ്ങൾ കിട്ടുന്നത്? റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് അല്ലെ? റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ്. എന്താണ്? IFSCയെ may develop and regulate financial products, services and institutions by any measures it deems fit. ആക്ട് എന്താ പറയുന്നത്? by any measures as it deems fit. ഇതാണ് അധികാരം. ഈ വാക്ക് എന്തിനാ ഉപയോഗിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ക്വാസി ലെജിസ്ലേറ്റീവ് അതോറിറ്റി IFSCയെക്കാണെന്ന് പ്രൂവ് ചെയ്യുന്ന ലൈനാണിത്. അതായത് ഇങ്ങനെയല്ല പറഞ്ഞത്, സെൻട്രൽ ഗവൺമെന്റ് സമയാസമയങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന നിയമപ്രകാരമാണ് വർക്ക് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഈ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യുന്നതിനും, ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകള്, സർവീസുകള്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡെവലപ്പ് ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനും എന്തെല്ലാം മെഷേഴ്സ് ആണോ എടുക്കണമെന്ന് തോന്നുന്നത് അത് മുഴുവനും എടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? IFSCയൊക്കെ ഉണ്ട്. അതായത് ഫ്രീഡമാണ്, അതൊരു ഫ്രീഡമാണ്, അധികാരമുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിന്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ദിസ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി. സെബിയെ പോലെ, RBI പോലെ, IRDA പോലെ ഒരു ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇത്. ഇതെന്ത് ചെയ്യുന്നു? സർവീസ് പ്രൊവൈഡേഴ്സ് ക്യാൻ ഓതറൈസ് സപ്പോർട്ട് സർവീസ് പ്രൊവൈഡേഴ്സ്. സപ്പോർട്ട് സർവീസ് പ്രൊവൈഡേഴ്സിനെ ഓതറൈസ് ചെയ്യാൻ ഒരു അധികാരമുണ്ട്. ഇതൊരു ഹൈ റെഗുലേറ്ററി ഫ്ലെക്സിബിലിറ്റി ആണ്. ആസ് ഇറ്റ് ഡീംസ് ഫിറ്റ്, ഈ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും എന്തെല്ലാം കാര്യങ്ങളാണോ ശരി എന്ന് തോന്നുന്നു ചെയ്യാം. അപ്പൊ നല്ലൊരു റെഗുലേറ്ററി ഫ്ലെക്സിബിലിറ്റി IFSCയൊക്കെ ഉണ്ട്. ആൻഡ് എനേബിൾസ് ഹാൻഡ്ലിംഗ് ഓഫ് ഡൈവേഴ്സ് ഫിനാൻഷ്യൽ സർവീസസ്. ഏത് ഫിനാൻഷ്യൽ സർവീസ് എന്നും സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അപ്പോൾ കാലാകാലങ്ങളിൽ മാറി വരുന്ന ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് ഇവർക്ക് എന്ത് ചെയ്യാം? ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ദെൻ കറന്റ് എക്സ്പാൻഡഡ് റോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ആരൊക്കെയാണ് ഇപ്പോൾ ഏതൊക്കെയാണ് അവർ റെഗുലേറ്റ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്? ബുള്ളിയൻ എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ഫോറിൻ യൂണിവേഴ്സിറ്റികൾ, എയർക്രാഫ്റ്റ് ലീസിംഗ്, ഷിപ്പ് ലീസിംഗ്, ഫിൻടെക് എൻറ്റിറ്റീസ്, ദെൻ ഫിനാൻസ് കമ്പനികളൊക്കെയാണ് ഇപ്പോൾ ഈ റെഗുലേഷൻ പ്രകാരം അവർ കൊണ്ടുവന്നിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്ഷൻ 12(2). സെക്ഷൻ 12(2) എന്താ പറയണത്? 12(2) IFSCയെ റെഗുലേറ്റ്സ്. IFSC എന്താ റെഗുലേറ്റ് ചെയ്യുന്നത്? IFSCയെ റെഗുലേറ്റ്സ്
ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് സർവീസസ് പെർമിറ്റഡ് ബിഫോർ ദ ആക്ട്. ഈ ആക്ട് നിലവിൽ വന്നത് 2020 പോലും 2020 മുമ്പ് IFSCയിൽ എന്തെല്ലാം ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആണോ പെർമിറ്റ് ചെയ്തിട്ടുള്ളത് അത് മുഴുവനും ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? IFSC. റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ് അതോറിറ്റിക്ക് ഉള്ളത്. ഓക്കെ, പ്രോഡക്റ്റ് സർവീസസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇതല്ലാതെ വേറെ ഏതൊക്കെ പ്രോഡക്റ്റും സർവീസുകളാണോ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അതും ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്ന ആരാണ്? IFSC ആണ്. അപ്പോൾ ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പുള്ള പെർമിറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളും സർവീസുകളും അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളും സർവീസുകളും ആര് റെഗുലേറ്റ് ചെയ്യുന്നു? IFSCയെ റെഗുലേറ്റ് ചെയ്യുന്നു. ട്രാൻസിഷൻ ഫേസ്. എന്താണ് ട്രാൻസിഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ? ഒരു പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് മാറുന്നതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യലി ഡൊമസ്റ്റിക് നമ്മൾ എങ്ങനെ ചെയ്തത്? ഇനീഷ്യലി IFSCയിലെ ഡൊമസ്റ്റിക് റെഗുലേറ്റർ ആയിരുന്നു നിയമങ്ങൾ അപ്ലൈ ചെയ്തിരുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? പുതിയ ഒരു റെഗുലേറ്ററെ കൊണ്ടുവന്നു. ഇതാണ് ട്രാൻസിഷൻ. നമ്മൾ IFSCയെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ ഉടനെ തന്നെ ഒരു IFSCയെ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തു? IFSC ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സിനോട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടി പറഞ്ഞു. കുറച്ച് സമയമായപ്പോൾ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കി 2019 നമ്മൾ എന്ത് ചെയ്തു? IFSCA ആക്ട് പാസ്സാക്കി 2020 മുതൽ അവരോട് റെഗുലേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. IFSCക്ക് 12(2) പ്രകാരം വേറൊരു അധികാരം കൂടിയുണ്ട്. റെക്കമെൻഡേഷൻ പവർ എന്നാണ് അതിന് പറയാം. എന്താണ് റെക്കമെൻഡേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെക്കമെൻഡേഷൻ പവർ എന്ന് പറഞ്ഞാൽ IFSCA can recommend സെൻട്രൽ ഗവൺമെന്റ് to notify new financial products and services. ഇത് വളരെ വലിയൊരു അധികാരമാണ്. അതായത് IFSCക്ക് തോന്നുകയാണ് ഒരു പ്രത്യേക ഫിനാൻഷ്യൽ പ്രോഡക്റ്റോ സർവീസോ IFSCയിൽ ഇല്ല, അതുണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോട് പറയാം? സെൻട്രൽ ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. IFSCA ഇതൊരു ലാബോറട്ടറി ആണ്. ആക്ച്വലി IFSCA എന്ന് നമുക്ക് ഒരു ലാബോറട്ടറി ആയിട്ട് കണക്കാക്കാം. ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു? IFSCയിൽ ടെസ്റ്റ് ചെയ്യുന്നു. അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാനും പറ്റും. ഒരു പുതിയ ഒരു ഇൻസ്ട്രുമെന്റ് കണ്ടെത്തി, ആ ഇൻസ്ട്രുമെന്റ് ഇന്ത്യയിൽ ഒറ്റയടിക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി ക്യാൻ കോൾ IFSC ആസ് എ laboratory for financial product. ഫസ്റ്റ് ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ that will test in IFSC and if everything works fine then it will be launching it in Indian market. Powers of authority. What are the powers of IFSCA? IFSCയുടെ പവർ സെക്ഷൻ 13 പറയുന്നത്. സെക്ഷൻ 13 all powers exercised by domestic regulators under acts listed in first schedule are exercised by IFSCA in IFSC. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഏതൊക്കെ ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സ് ആണോ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞ നിയമങ്ങൾ അവരെങ്ങനെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞ എന്തെല്ലാം നിയമങ്ങളാണോ അല്ലെങ്കിൽ പവേഴ്സ് ആണോ അവർ എക്സസൈസ് ചെയ്തിരുന്നത് അത് മുഴുവൻ ആര് എക്സസൈസ് ചെയ്യും? IFSCയെ എക്സസൈസ് ചെയ്യും. അതായത് IFSC ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്തെല്ലാം അധികാരങ്ങളാണോ പറഞ്ഞത് ആ അധികാരങ്ങൾ ആരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സ് ആണ്. ആ അധികാരങ്ങളൊക്കെ ഇനി ആര് ഉപയോഗിക്കും? IFSCയെ ഉപയോഗിക്കും. അഡ്വാൻറ്റേജ് എന്താണ്? ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം പുതിയൊരു നിയമമല്ല ആകുന്നത്, ആൾറെഡി ഉള്ള പ്രൊവിഷൻസിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പുതിയ ഒരു റെഗുലേറ്റർ കൊണ്ടുവരികയാണ്. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എന്താണ് എക്സിസ്റ്റിംഗ് ജൂറിസ്പ്രുഡൻസ് അപ്ലൈസ്. എന്താ ജൂറിസ്പ്രുഡൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിയമ വ്യവസ്ഥ അല്ലെ നിയമ പഠനം, നിയമത്തിന്റെ വന്ന രീതി, ഇതൊക്കെയാണ്. അത് മുഴുവൻ ഇവിടെ നമ്മൾ ജയിച്ചൊരു പേപ്പറുണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഞാൻ ചോദിക്കണേ. എന്നിട്ട് എല്ലാവരും എന്റെ മുഖത്ത് നോക്കണേ. ഞാൻ ഈ ജൂറിസ്പ്രുഡൻസ് എന്താണെന്ന് ഒരു ആർട്ടിക്കിൾ എഴുതി നമ്മുടെ അർത്ഥയുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ലിങ്ക് ഒക്കെ അയച്ചു തരുമോ? അതിൽ നമ്മൾ വായിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ സ്വപ്നത്തിൽ ചോദിച്ചാൽ പറയണം. വാട്ട് ഈസ് ജൂറിസ്പ്രുഡൻസ് വെച്ചാൽ ജൂറിസ്പ്രുഡൻസ് ഈസ് എന്താണ്? ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഹൗ ദ നിയമം ഇവോൾവ് ചെയ്ത് എങ്ങനെയാണ്, അപ്ലൈ ചെയ്ത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഇപ്പൊ അപ്ലൈ ചെയ്തതിനെ കുറിച്ചുള്ള പഠനമാണ് ജൂറിസ്പ്രുഡൻസ്. അപ്പൊ ഇവല്യൂഷൻ ഓഫ് ലോ, തിയറി ഓഫ് ലോ, അപ്ലിക്കേഷൻ ഓഫ് ലോ, ഇതാണ് ശരിക്കും ജൂറിസ്പ്രുഡൻസ്. ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ജൂറിസ്പ്രുഡൻസ്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ജുഡീഷ്യൽ പ്രസിഡന്റ് ആവട്ടെ അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് എക്സ്പ്ലനേഷൻസ് ആവട്ടെ അത് മുഴുവൻ ഇവിടെ അപ്ലൈ ചെയ്യും. കാരണം എന്താണ്? പുതിയൊരു നിയമമല്ല ഇത്. ഇതെന്താ ചെയ്തത്? ഈ എക്സിസ്റ്റിംഗ് റെഗുലേറ്റേഴ്സ് ഷെഡ്യൂൾ 1 എന്തെല്ലാം അധികാരങ്ങളാണോ ഉപയോഗിച്ചിരുന്നത് ആ റെഗുലേറ്റേഴ്സിന് അധികാരം എടുത്ത് ആർക്ക് കൊടുത്തു? IFSCക്ക് കൊടുത്തു. സോ എക്സിസ്റ്റിംഗ് ജൂറിസ്പ്രുഡൻസ് അപ്ലൈസ്. അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അനാവശ്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. വാട്ട് എവർ ഇന്റർപ്രിട്ടേഷൻ ഹസ് ഡൺ ബൈ ദ ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സ് ദാറ്റ് വിൽ ബി കാരിഡ് ഓൺ ബൈ ദ ന്യൂ റെഗുലേറ്റർ. അത്രയേ ഉള്ളൂ. സെക്ഷൻ 13(2) എന്താ പറയണത്? പവേഴ്സ് ഓഫ് IFSC. സെക്ഷൻ 13(2) പറയാണ് സെൻട്രൽ ഗവൺമെന്റ്
സെൻട്രൽ ഗവൺമെന്റിന് ആവശ്യമായ സമയങ്ങളിൽ റെഗുലേറ്റേഴ്സിനെ പുതിയൊരു റെഗുലേറ്ററിനെ ആഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ പുതിയ നിയമങ്ങൾ ആഡ് ചെയ്യുന്നതിനോ ആർക്ക് അധികാരമുണ്ട്? സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട്. ഇതെങ്ങനെയാ അവർ ചെയ്യാം? ബൈ നോട്ടിഫിക്കേഷൻ. ഒരു നോട്ടിഫിക്കേഷൻ വഴി റെഗുലേറ്റേഴ്സിന്റെ എണ്ണം എന്താണ്? ആഡ് ഓർ റിമൂവ് റെഗുലേറ്റേഴ്സിന്റെ എണ്ണം ആഡ് ചെയ്യുന്നതിനോ റിമൂവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ആക്ട് ആഡ് ചെയ്യുന്നതിനോ റിമൂവ് ചെയ്യുന്നതിനോ ആർക്ക് അധികാരമുണ്ട്? സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് RBI ഫാക്ടറിംഗ് റെഗുലേഷൻ ആക്ട് 2011 കൊണ്ടുവന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇത് ശരിക്കും RBI ആണ് ഇതിനെന്ത് ചെയ്തിരുന്നത്? ഇതിനെ അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. ആ ഫാക്ടറിംഗ് റെഗുലേഷനെ എവിടെ കൊണ്ടുവന്നു? ഈ ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ IFSC ആരാ അത് റെഗുലേറ്റ് ചെയ്യുന്നത്? IFSC ആണ്. ഫസ്റ്റ് ഷെഡ്യൂൾ ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സ് ആൻഡ് ആക്ട്. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സും ആക്ട്. ഇത് ശരിക്കും ഭയങ്കര ഭീകരമായ സംഭവം എന്നല്ല, വെറുതെ വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ. അതിൽ ഒന്നുമില്ല. അതിൽ RBI എന്ത് ചെയ്യുന്നു? RBI ഏതൊക്കെ നിയമങ്ങളാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? RBI റെഗുലേറ്റ് ചെയ്യുന്ന 8ഓളം ആക്ടുകളുണ്ട്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, FEMA ആക്ട്, then Payment and Settlement Systems Act, then Factoring Regulation Act. ഇതൊക്കെ ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്തു. റിസർവ് ബാങ്ക് അഡ്മിനിസ്റ്റർ ചെയ്തിരുന്ന ഈ നിയമങ്ങളൊക്കെ എവിടേക്ക് വന്നു? ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് വന്നു. ഏതൊക്കെ വന്ന്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, ദെൻ RBI അഡ്മിനിസ്ട്രേറ്റഡ് ആക്ടുകളാണ്. ഒന്നെന്താണ്? ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആക്ട്. ദേവാന്ത പറയും, വാട്ട് ഈസ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ആക്ട്? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആക്ട് അറിയില്ല. ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ. ഇതിന് ഉത്തരം പറഞ്ഞു കേട്ടോ. അതിന് ഉത്തരം പറയണ്ട, ഞാൻ വേറെ ചോദിച്ചോളാം. ഞാനൊരു ബാങ്കിൽ പൈസ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ബാങ്ക് ഏതാ നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങളുടെ അഭിപ്രായം ആണ് വരുന്ന അഭിപ്രായം നിർബന്ധം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇടുക്കി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണോ? പറ. നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന ബാങ്ക് ഏതാ ഇന്ത്യയിലെ? SBI. ഓക്കെ, നിങ്ങൾക്കൊക്കെ വിശ്വാസം SBIനെ? എനിക്ക് വിശ്വാസമാണ്. ഞാൻ അവിടെ ഒരു 25 ലക്ഷം ഡെപ്പോസിറ്റ്. വിശ്വാസമല്ലേ എല്ലാം? ആരുടെ ആപ്തവാക്യമാണത്? വിശ്വാസമല്ലേ? വിശ്വാസം അതല്ലേ എല്ലാം? കല്യാൺ ജ്വല്ലറി അല്ലേ? ആണോ? അപ്പൊ വിശ്വാസം അതല്ലേ എല്ലാം എന്നാണ് ഞാനും വിശ്വസിച്ചത്. ഞാൻ പണം ഇട്ട് എൻ്റെ പിറ്റേ ദിവസം എൻ്റെ നയന, എൻ്റെ നല്ല കാലം എന്ന് പറയട്ടെ, SBI പൊളിഞ്ഞു. ഈ പൈസ ആര് തരും? ദേവന്തോടൻ ചോദ്യം. എൻ്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ്. ഞാൻ പണമിട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാളെ കൂട്ടി എൻ്റെ പൈസ ആര് തരും? ഗവൺമെന്റ് തരണ്ടേ? നമ്മുടെ ആഗ്രഹം മാത്രം, അത്യാഗ്രഹം. ഗവൺമെന്റ് തരുമോ? ആരാ? RBI എന്ന് പറഞ്ഞേ. RBIക്ക് നാട്ടുകാരെ പണം കൊടുക്കാനുള്ള പണി. അടിപൊളി, അത് കലക്കി. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂട്ടി കഴിഞ്ഞാൽ ആര് പൈസ തരും? സെബി പൈസ തരും. അതല്ലേ ആ പോളിസി? അത് കലക്കി. എന്റെ ചോദ്യം ഇതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊളിഞ്ഞാൽ എനിക്ക് ആര് പൈസ തരും? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പൈസ ഇല്ല. ഞാൻ അടച്ച പൈസ പോയി. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ബാങ്ക് ആയിരുന്നു. ഗവൺമെന്റ് പൈസ തരുമോ? ഇല്ല. RBI പൈസ തരുമോ? ഇല്ല. ആരെങ്കിലും പൈസ തരുമോ? ആരും പൈസ തരില്ല. മറ്റൊരാൾ പൈസ തരും. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എത്ര തരും? മാക്സിമം 5 ലക്ഷം കിട്ടും. ബാക്കിയുള്ള 20 ലക്ഷം സ്വാഹ. അത്രേ ഉള്ളൂ. മനസ്സിലായതേവ? ഏത് ബാങ്കിൽ പൈസ ഇട്ടാലും മാക്സിമം 5 ലക്ഷം റുപ്യാണ് ഗ്യാരണ്ടി ഉള്ളത്. അതെന്താണ്? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സബ്സിഡറി കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് ഇവരിൽ നിന്നും ഒരു ചെറിയ പ്രീമിയത്തിന് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അപ്പൊ ഒരു ബാങ്ക് പൊളിഞ്ഞാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് SBI അക്കൗണ്ടും FD അക്കൗണ്ടും ഒക്കെ ഉണ്ടെങ്കിലോ എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ 5 ലക്ഷം റുപ്യാണ് നമുക്ക് കിട്ടുക. ടോട്ടൽ ബാലൻസ് പൈസ പിന്നെ കമ്പനിക്ക് അടിച്ചൂരി വിറ്റ് അതിന്റെ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ വിറ്റതിന് ശേഷം കാശ് ഉണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. 5 ലക്ഷമേ കിട്ടുള്ളൂ മാക്സിമം. അപ്പൊ കോപ്പറേറ്റീവ് ബാങ്ക് പൊളിഞ്ഞാലോ ഒന്നും കിട്ടില്ല. അത്രയേ ഉള്ളൂ മാറ്റം. SBI പൊളിയാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അതാണ് അഷുറൻസ്. ഇനി അങ്ങനെയാണെങ്കിൽ സാറേ എല്ലാ പൈസയും ഡിഫറെന്റ് ബാങ്കിൽ ഇടുന്നതല്ലേ നല്ലത്? അതാണ് നല്ലത്. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ
one basket. If you fall down, you'll fall down with the basket, all eggs will be lost. But if you are keeping in different basket, you may be carrying 1 or 2 basket only. മനസ്സിലാവുണ്ടോ? ഇത് പഠിക്കണം. ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആക്ട്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആക്ട്, പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ട്, ഫാക്ടറി റെഗുലേഷൻ ആക്ട്, ഇതൊക്കെ എവിടെയാണുള്ളത്? ഇതൊക്കെ ഡൊമസ്റ്റിക് റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള RBI ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എവിടേക്ക് വരും? ഇതൊക്കെ ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് വരും. എവിടെ? അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് IFSCയുടെ. അപ്പൊ IFSCയിൽ ഈ പരിപാടികൾ ആരാണ് നോക്കുന്നത്? IFSC ആണ് നോക്കുന്നത്. ദെൻ സെബിക്ക് ഏതൊക്കെ ആക്ടുകളാണ് ഉണ്ടായിരുന്നത്? സെബി ആക്ട്, സ്ക്ര അല്ലെങ്കിൽ ഡെപ്പോസിറ്ററീസ് ആക്ട്, ഇതൊക്കെ എവിടെ വരും? എവിടെ വരും? ഫസ്റ്റ് ഷെഡ്യൂളിൽ വരും. ആര് അപ്ലൈ ചെയ്യും? IFSCയിലെ IFSC അപ്ലൈ. അതല്ലേ ഞാൻ പറയണേ. ദെൻ IRDA അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടുകൾ ഏതൊക്കെയാണ്? ഇൻഷുറൻസ് ആക്ട്, IRDA ആക്ട്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1999, ദെൻ ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസേഷൻ ആക്ട് 1972. ഇത് മുഴുവൻ ആരാ നോക്കുന്നത്? IRDA ആണ് നോക്കുന്നത്. ഇത് മൂന്ന് എവിടേക്ക് വരും? ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് വരും. അതാരും നോക്കുക? അപ്പോ IFSC. ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് വാട്ട്? IFSC ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് വരും. ദെൻ PFRDA ആക്ട് ഉണ്ട്. PFRDA ആക്ട് ഇതും ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് വരും. ഇതാരും നോക്കും? ഇതും ഈ എന്താണ് IFSC ആണ് നോക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഏതൊക്കെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റും ഫിനാൻഷ്യൽ സർവീസസ് ആണ്? സെക്ഷൻ 3(1)യിലാണ് പറയുന്നത്. ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് IFSC ആക്ടിന്റെ സെക്ഷൻ 3(1)D, ഇവിടെ ഡെഫിനിഷൻ സെക്ഷൻ 3 ആണ്. IFSC ആക്ടിന്റെ ഡെഫിനിഷൻ സെക്ഷൻ ഏതിലാണ്? സെക്ഷൻ 3യിലാണ് കേട്ടോ. മറ്റുള്ള ആക്ടിലൊക്കെ അത് ആൾമോസ്റ്റ് എവിടെ വരാം? സെക്ഷൻ 2ലാണ് വരാം. ഇവിടെ ഇതിലാണ് വരുന്നത് സെക്ഷൻ 3യിലാണ്. സെക്ഷൻ 3(1) പറയുന്നത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നു. IFSC ആക്ടിന്റെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റേഴ്സ് അതോറിറ്റി ആക്ട് സെക്ഷൻ 3 പറയുന്നു വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്. ഏതൊക്കെയാണ്? സെക്യൂരിറ്റീസ്, ഇൻഷുറൻസ് കോൺട്രാക്ട്, ഡെപ്പോസിറ്റ്സ്, ക്രെഡിറ്റ് അറേഞ്ച്മെന്റ്സ്, ഫോറിൻ കറൻസി കോൺട്രാക്ട് ഓർ എനി അതർ പ്രോഡക്റ്റ് ആസ് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇനി ഏതൊക്കെയാണ് അങ്ങനെ പുതുതായിട്ട് ആഡ് ചെയ്തത്? ഏതൊക്കെയാണ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്? ഒന്ന്, എയർക്രാഫ്റ്റ് ലീസിംഗ്, ഓപ്പറേറ്റിംഗ് ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലീസിംഗ്. ഈ ദേവിക പറയും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലീസിംഗ്? ദേവികൊക്കെ നമ്മുടെ അഭിരാമിയുടെ അതേ ആളാട്ടാ, ഒളിച്ചിരിക്കുന്ന ആള്. പറ, ഓപ്പറേറ്റിംഗ് ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലീസിംഗ് അറിയോ? അറിയില്ല? അഷാദ്മേ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ലീസ്, ലിവറേജ് അല്ല, ഓപ്പറേറ്റിംഗ് ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലീസിംഗ്. പറഞ്ഞോ, എക്സാമ്പിൾ പറഞ്ഞു അവസാനിപ്പിച്ച. ലീസിംഗ് പറഞ്ഞെന്താ? കടം കൊടുക്കേ, വാടകയ്ക്ക് കൊടുക്ക. ഓപ്പറേറ്റിംഗ് ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലീസിംഗ്. ഇവിടെ ഉണ്ട്, കിട്ടുന്നില്ല. ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ലീസ് ആണെങ്കിലോ എക്സാമ്പിൾ കറക്റ്റാ. ഫിനാൻഷ്യൽ ലീസ് ആണെങ്കിലോ എന്താ അത് പറഞ്ഞോ ശരണ്യ? അവർക്ക് വേണ്ട സാധനം വാങ്ങി ഉപയോഗിക്കാം. ഇതിനാണ് ഫിനാൻഷ്യൽ ലീസ്. അതായത് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന മെഷീനറി നമ്മൾ വാങ്ങി വാടകയ്ക്ക് കൊടുക്കുകയും അവരത് ഉപയോഗിക്കും, നമുക്ക് വാടക തരികയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീസിംഗ് എന്ന് പറയും, ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നു. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സാധനം നോർമലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമായിരിക്കില്ല. ആ പർട്ടിക്കുലർ കമ്പനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സാധനം ആവശ്യമായിട്ട് വന്നേക്കാം. ആ സമയത്ത് ഈ ലീസ് കൊടുക്കുന്ന ആൾ ആ സാധനം വാങ്ങി കൊടുക്കില്ല. അയാൾ എന്ത് ചെയ്യും? അതിനുള്ള പണമാണ് കൊടുക്കുക, അയാൾക്ക് അത് വാങ്ങി ഉപയോഗിക്കാം. അതിനുശേഷം അയാൾ മാസം അതിന് റെന്റ് അടച്ചിരിക്കണം. ഇതിനെയാണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലീസിംഗും ഫിനാൻഷ്യൽ ലീസിംഗും അവിടെ ഉണ്ടാവും. അവർ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് പുതുതായിട്ട് എയർക്രാഫ്റ്റ് ലീസിംഗ്, ഓപ്പറേറ്റിംഗ് ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലീസിംഗ് ഇത് കൊടുക്കും. അതുപോലെ ബുള്ളിയൻ സ്പോട്ട് ഡെലിവറി കോൺട്രാക്ട് പുതുതായിട്ട് ഡെലിവറി, ബുള്ളിയൻ സ്പോട്ട് ഡെലിവറി. എന്താ ബുള്ളിയൻ സ്പോട്ട് ഡെലിവറി പറഞ്ഞാല്? പറ കൃഷ്ണവേണി. നീ തന്നെ എന്റെ മുഖത്തോട് പറഞ്ഞ വിള പറയാ, മുഖത്തോട് പറയാൻ മണ്ടേ അറിയുന്നവളെ പറ. സ്പോട്ട് ഡെലിവറി എന്താ പെട്ടെന്ന് പറഞ്ഞ? എന്താ ഈ പെട്ടെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴാണോ?
എങ്ങനെയാണ് അത് കഥ വിട്. സ്പോട്ട് ഡെലിവറി എന്താന്ന് പറഞ്ഞു അവൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുകയാണ്. അത് അവിടെ വെച്ചാണ്. അതാണ് പറഞ്ഞാ പോരെ, പെട്ടെന്ന് കൊടുക്കാന്ന്. എനിക്ക് പെട്ടെന്ന് 3 ആഴ്ചയാണേ. അപ്പൊ സ്പോട്ട് ഡെലിവറി പറഞ്ഞാൽ കാശ് കൊടുത്ത ഉടനെ സാധനം കിട്ടുന്ന സ്പോട്ട് ഡെലിവറി കോൺട്രാക്ട് എവിടെയുണ്ട്? ഫിനാൻഷ്യൽ IFSCയിലുണ്ട്. സ്പോട്ട് ഡെലിവറി കോൺട്രാക്ട് ഉണ്ട്. ബുള്ളൻ ഡെപ്പോസിറ്ററി റെസീറ്റ് എന്താ BDR? എക്സാമ്പിൾ ഹരി പറഞ്ഞേ. ബുള്ളൻ ഡെപ്പോസിറ്റ് റെസീറ്റ് എന്താണ്? ഡെപ്പോസിറ്റ് റെസിറ്റ്. എന്തെങ്കിലും സാധനം ഡെപ്പോസിറ്റ് തന്നെ റെസിറ്റ് അല്ലേ ഡെപ്പോസിറ്റ് റെസിറ്റ്. എന്താണ് ഈ ബുള്ളൻ ഡെപ്പോസിറ്റ് റെസിറ്റ്? ബുള്ളിയൻ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ് റെസിറ്റ്. DRകളില്ലേ? ADR, GDR, IDR പോലുള്ളതാണ് BDR. അത് നമുക്ക് ട്രേഡ് ചെയ്യാം. ദെൻ ഷിപ്പ് ലീസിംഗ് അവിടെ ആകാം. എക്യുപ്മെന്റ് ലീസിംഗ്, ഏവിയേഷൻ സിമുലേറ്റർ പോലെയുള്ള എക്യുപ്മെന്റ് ലീസിംഗ് ഒക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളാണ്. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സർവീസുകള്? ഫിനാൻഷ്യൽ സർവീസുകളെ സെക്ഷൻ 3(1) പറയുന്നു. എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ബൈയിങ്, സെല്ലിംഗ്, സബ്സ്ക്രൈബിംഗ് ടു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് വാങ്ങുക, വിൽക്കുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫിനാൻഷ്യൽ സർവീസ് ആണ്. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. 3 കസ്റ്റഡി ആൻഡ് അസറ്റ് അഡ്മിനിസ്ട്രേഷൻ, സേഫ് കീപ്പിംഗ് അല്ലെ, കസ്റ്റഡി ആൻഡ് അസറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻഷ്യൽ സർവീസ്, ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്. ദെൻ ഇൻഷുറൻസ് സർവീസുകള്. എന്തൊക്കെയാണ്? ഇൻഷുറൻസ് സർവീസുകള്, കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിനെ എഫക്റ്റീവ് ആക്കുക, ഇൻഷുറൻസ് സർവീസുകള്. ദെൻ എന്താണ്? അസറ്റ് മാനേജ്മെന്റ് സർവീസുകള്, ഇൻവെസ്റ്റ്മെന്റ് സ്കീംസുകള്, റെക്കോർഡ് മെയിൻ്റനൻസ്, അണ്ടർ റൈറ്റിംഗ്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസുകള്, പേയ്മെന്റ് സർവീസുകള്, അഡ്വൈസറി സർവീസുകള്, ആൻസിലറി സർവീസുകള്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോട്ടിഫൈഡ് സർവീസ്. 4 ഓർത്ത് വെക്കുക. ഏതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റും? പെട്ടെന്നുള്ള ഓർത്ത് വെക്കുന്ന സർവീസ് ഏതൊക്കെയാ? ബൈയിങ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂട്ട്, എന്താണ്? സബ്സ്ക്രൈബിംഗ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്. പിന്നെ ഏതാ ഓർക്കാൻ പറ്റുക? ആക്സെപ്റ്റ് ആൻഡ് ഡെപ്പോസിറ്റ്സ്. ദെൻ അസറ്റ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെന്താണ്? ഇൻഷുറൻസ് സർവീസുകള്, അസറ്റ് മാനേജ്മെന്റ് സർവീസുകള്, ഇൻവെസ്റ്റ്മെന്റ് സർവീസുകള്, അണ്ടർ റൈറ്റിംഗ്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസുകള്, പേയ്മെന്റ് സർവീസുകള്, അഡ്വൈസ് സർവീസ്. ഇത് ഏതെങ്കിലും 4 ഓർക്കുക. And such other services as may be specified from time to time എഴുതി അവസാനിപ്പിക്കാം. ഇതെല്ലാം ഓർക്കില്ല നമ്മള്, അത് അവർക്കും അറിയാം. ഒരു 4 എഴുതുക, ബാക്കി such other services എഴുതുക. 34. പിന്നെ ആൻസിലറി സർവീസുകൾ. എന്താണ് ആൻസിലറി സർവീസുകൾ എന്ന് പറഞ്ഞാല്? ആൻസിലറി സർവീസിൽ അറൌണ്ട് 36ഓളം സർവീസുകളുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ലീഗൽ കംപ്ലയൻസ് ആൻഡ് സെക്രട്ടറിയൽ സർവീസ്. യെസ്, നമുക്കുണ്ട്. ലീഗൽ കംപ്ലയൻസ് ആൻഡ് സെക്രട്ടറിയൽ സർവീസ് നമ്മുടെ സർവീസിനെ അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസ് ആയിട്ട് ഓതറൈസ് ചെയ്തിട്ടുണ്ട്. സോ എ കമ്പനി സെക്രട്ടറി ഹു ഈസ് ഹാവിംഗ് എ വാലിഡ് മെമ്പർഷിപ്പ് ലൈസൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോയിട്ട് അവിടെ ചെയ്യാം അല്ലേ? ദെൻ ഓഡിറ്റ്, അക്കൗണ്ടിംഗ്, ടാക്സ് സർവീസുകള്, കൺസൾട്ടിംഗ് സർവീസുകള്, അസറ്റ് മാനേജ്മെന്റ് സപ്പോർട്ട് ആൻഡ് ട്രസ്റ്റിഷിപ്പ് സർവീസുകള്, വോയിസ് ബ്രോക്കിംഗ് സർവീസുകള്, ഷിപ്പ്. എന്താ ഈ വോയിസ് ബ്രോക്കിംഗ് എന്ന് പറഞ്ഞാല്? വോയിസ് ശബ്ദം വെക്കുക, അതിനർത്ഥം എന്താ? നമ്മൾ പറയില്ലേ, എന്താ പറയാ? കസ്റ്റമർ കെയർ, എന്താ പറയാന്? ഡാറ്റ ഔട്ട്സോഴ്സിംഗ് സർവീസുകൾ, ഡാറ്റ ഔട്ട്സോഴ്സിംഗ് സർവീസുകൾ. നിങ്ങൾക്ക് അവിടെ കസ്റ്റമർ കെയർ സർവീസുകളൊക്കെ നമ്മൾ കൊടുക്കും. ഇപ്പൊ നമ്മൾ പറയാം, എവിടെ നമ്മൾ ഈ IT-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കും, എന്തെല്ലാം വർക്ക് ചെയ്യണേ? ഞാൻ ടാക്സിലാണ്. എവിടെ വർക്ക് ചെയ്യണേ? ബാംഗ്ലൂരാണ്. ഇവിടുത്തെ ടാക്സേഷൻ ആണ് അമേരിക്കൻ ടാക്സേഷൻ ആണ്. അതിനർത്ഥം എന്താ? അമേരിക്കയിലെ ആൾക്കാരെ ടാക്സുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള കോൾ വിളിക്കുന്ന സമയത്ത് ആ കോൾ എവിടേക്കാണ് റൂട്ട് ചെയ്യുക? ബാംഗ്ലൂർക്കായിരിക്കും. ബാംഗ്ലൂർ താളത് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? വോയിസ് ബ്രോക്കിംഗ് സർവീസുകളാണ്. ജസ്റ്റ് ബ്രോക്കിംഗ്, സെല്ലിംഗ് ഹിസ് വോയിസ് ഓൺലി. Somebody they feel that actually they are calling from America, they are getting the information from America, but actually the information is not given from America, it is given from Bangalore. കണ്ടിട്ടില്ല അങ്ങനത്തൊക്കെ? ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെയൊക്കെ കോൾ സെന്റേഴ്സ് എവിടെയുള്ളത്? ഇന്ത്യയിലാണുള്ളത്. Even if you are having a problem with the Nike, you are making a call to Nike customer care center, the call will come to some country, the third party country like ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലോ എവിടെയെങ്കിലും ചെല്ലുള്ളൂ. അവരത് ആൻസർ ചെയ്യുന്നത്. അതുകൊണ്ട് അമേരിക്കൻ ആക്സെന്റ് അറിയോ, UK ആക്സെന്റ് അറിയോ എന്നൊക്കെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന കോൾ സെന്റർ വർക്കുകളിൽ. അപ്പോൾ ആൻസിലറി സർവീസ് എന്തൊക്കെയാ പറഞ്ഞാൽ? ലീഗൽ കംപ്ലയൻസ്, സെക്രട്ടറി സർവീസസ്, ഓഡിറ്റ്, അക്കൗണ്ടിംഗ്, ടാക്സ്, CA സർവീസ് ഉണ്ട്, കൺസൾട്ടേഷൻ സർവീസുകൾ നമുക്ക് കൊടുക്കാം, അസറ്റ് മാനേജ്മെന്റ് സപ്പോർട്ട് ട്രസ്റ്റിഷിപ്പ് സർവീസുകൾ കൊടുക്കാം, വോയിസ് ബ്രോക്കിംഗ്, ഷിപ്പ് ബ്രോക്കിംഗ് ഓർ എനി അതർ സർവീസ് ആസ് അപ്രൂവ്ഡ് ബൈ IFSCA ഫ്രം ടൈം ടു ടൈം. അറൌണ്ട് 34ഓളം സർവീസുകൾ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ പുതിയതായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് ഏതൊക്കെയാണ്? ഗ്ലോബൽ ഇൻഹൗസ് സെന്റേഴ്സ്,
ബുള്ളിയൻ ട്രേഡിംഗ് ആൻഡ് ഫിനാൻസിങ്, ബുള്ളിയൻ വോൾട്ടിംഗ്, ക്ലിയറിംഗ്, സെറ്റിൽമെന്റ്. എന്താണ് ബുള്ളിയൻ വോൾട്ടിംഗ് പറയാൻ? ബുള്ളിയൻ സൂക്ഷിക്കുന്നത്, ക്ലിയറിംഗ് അത് പരസ്പരം സെയിൽ നടത്തുന്ന സമയത്ത് അതിന്റെ പൈസ വാങ്ങി സ്വർണം കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വർണം വാങ്ങി പൈസ കൊടുക്കുകയോ ചെയ്യുന്ന സർവീസുകളെ സെറ്റിൽമെന്റ് സർവീസുകൾ, അത് എക്സ്ചേഞ്ചുകൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ളത്. ദെൻ ഓഫ് ഷോർ എഡ്യൂക്കേഷൻ ഇൻ ഫിനാൻസ്, ഫിൻടെക് ആൻഡ് സ്റ്റം. ഇതിൽ ഓഫ് ഷോർ എഡ്യൂക്കേഷൻ ഇതൊക്കെ എന്താണ്? കോഴ്സസ് സോഫ്റ്റ്വെയർ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിൻടെക് സർവീസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ബൈ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഓർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ IFSC. 2 യൂണിവേഴ്സിറ്റികൾ ആൾറെഡി IFSCയിലുണ്ട്. ഏതൊക്കെ 2 യൂണിവേഴ്സിറ്റികൾ? യൂണിവേഴ്സിറ്റി ഓഫ് വോളോങ്കോങ് ആൻഡ് ഡീക്കൻ യൂണിവേഴ്സിറ്റി. ഗ്രാൻഡഡ് ഇൻ പ്രിൻസിപ്പൽ രജിസ്ട്രേഷൻ. അവർ എന്താ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ദേ ക്യാൻ സ്റ്റാർട്ട് എനി മൊമെന്റ്. അവർക്ക് ആൾറെഡി അപ്രൂവൽ കൊടുത്തു 2 യൂണിവേഴ്സിറ്റികൾക്ക്. ലിസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് ഓൺ സെക്യൂരിറ്റീസ് ഇൻ IFSCയിൽ എങ്ങനെയാണ് സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഗ്ലോബൽ കണ്ടെക്സ്റ്റ് ആൻഡ് റാഷണൽ ഓഫ് IFSC ലിസ്റ്റിംഗ്. ഇൻ എ ഗ്ലോബലൈസ്ഡ് വേൾഡ് ഗ്ലോബൽ ക്യാപിറ്റൽ ഈസ് ക്രിട്ടിക്കൽ ഡ്രൈവർ. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഒരു ഗ്ലോബൽ ക്യാപിറ്റൽ ആണ് ക്രിട്ടിക്കൽ ഡ്രൈവർ. ഗാൽഗോത്തിയ യൂണിവേഴ്സിറ്റി, ഗാൽഗോത്തിയ എന്നല്ല അതിന്റെ പേര്, എന്താണ് യൂണിവേഴ്സിറ്റി? യൂണിവേഴ്സിറ്റി ഒരു അമേരിക്കൻ റോബോ നായയെ കൊണ്ടുവന്നത് ഒരു കുറ്റമല്ല. കുറ്റം എവിടെ ഉണ്ടായത്? അത് എന്റേതാണ് എന്ന് പറഞ്ഞ ആണ് പ്ലാഗ്യാരിസം. വേറെ ആരുടെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്റേതാണെന്ന് പറയുന്നതാണ് അപകടം. അത് എന്റേതല്ല, ഞാനത് അഡാപ്റ്റ് ചെയ്തതാണ് എന്ന് പറയുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആണ്. ആ കോർട്ടസി വെച്ചാൽ മതി. അത് ചെയ്തില്ല. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റുകളും സർവീസുകളും ഒന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് പലപ്പോഴും എന്താണ്, ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നമുക്ക് ഗ്ലോബൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നമുക്ക് പുറത്തു നിന്ന് പണം ധാരാളം ആവശ്യം വരും നമുക്ക് വളരാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈസ, അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കമ്പനി, ഈ കമ്പനിക്കുള്ള ഫണ്ട് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്? നമ്മൾ ഈ പറയുന്ന ഫേസ്ബുക്ക് എന്നും അതുപോലെ സൗദി അറേബ്യൻ കമ്പനിയുണ്ട്. എന്തായാലും പേര്, എണ്ണ കമ്പനിയുടെ പേരെന്താ? എനിക്കറിയില്ല. ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർ ഉണ്ടോ അവിടെ? ഇപ്രാവശ്യം T20 സ്പോൺസറാണ്. അവനാന്റെ കമ്പനി അറിയില്ല, പിന്നെ ആരാന്റെ കമ്പനി നമുക്കറിയാലേ. ഏതാ കമ്പനി? ആരാംകോ, സൗദി അറാംകോ അല്ലേ? ആരാംകോക്കൊക്കെ 3% ഷെയർ ആണ് റിലയൻസ് ഇൻഡസ്ട്രീസില്. ഫേസ്ബുക്കിന് ഷെയർ ഉണ്ട്, മൈക്രോസോഫ്റ്റിന് ഷെയർ ഉണ്ട്, എന്താണ് ഗൂഗിളിന് ഷെയർ ഉണ്ട്. എന്തിനാ ഈ ഷെയർ ഒക്കെ ഈ കമ്പനിയിൽ വാങ്ങണത്? നാളെ അവർ മാറാൻ പോകുന്ന ഏരിയകളിൽ ഇവർക്ക് ഫുട് പ്രിന്റ് ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലാണ്. ഈ റിലയൻസ് എന്നും എണ്ണയെ വിൽക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ഞാൻ ഇന്നലെ കിഷോർ ബിയാനിയെ കുറിച്ച് റിസർച്ച് നടത്തി. കിഷോർ ബിയാനി അറിയോ ആർക്കെങ്കിലും? കിഷോർ ബിയാനി നിങ്ങൾക്കറിയും. ഇതിലെ 99% ആൾക്കാർക്കും അറിയും. കിഷോർ ബിയാനി അറിയില്ല? ആർക്കും അറിയില്ല. ബിഗ് ബസാർ കേട്ടിട്ടുണ്ടോ? ബിഗ് ബസാറിന്റെ ഫൗണ്ടറാണ് കിഷോർ ബിയാനി. അദ്ദേഹം പരാജയപ്പെട്ട സ്റ്റോറി ഞാൻ മെർജർ ആൻഡ് അക്വിസിഷനിലോ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലോ ഞാൻ പറയും. ഒരു കമ്പനി സെക്രട്ടറിക്ക് എങ്ങനെ ഒരു കമ്പനിയെ പൂട്ടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കംപ്ലയൻസ് ടീമിന് എങ്ങനെ ഒരു കമ്പനിയെ പൂട്ടിക്കാൻ പറ്റും എന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഡ്രാഫ്റ്റിംഗ് എന്നൊരു പേപ്പർ ഉണ്ട് നമുക്ക്. ഇഫ് എ കമ്പനി സെക്രട്ടറി is not able to draft an agreement properly, that will result in the closure of the company. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഫ്യൂച്ചർ ഗ്രൂപ്പ്. അങ്ങനെ ആ ഗ്രൂപ്പ് മൊത്തം പൂട്ടി 24,000 കോടി രൂപയ്ക്കായിരുന്നു അതിനെ ടേക്ക് ഓവർ ചെയ്യാന്ന് റിലയൻസ് പറഞ്ഞത്. പിന്നീട് ആ ഷെയർ അങ്ങനെ കമ്പനി അങ്ങനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ സ്റ്റോക്കുകൾ മുഴുവൻ ആരെടുത്തു? റിലയൻസ് എടുത്തു. റിലയൻസ് എടുത്തപ്പോ റിലയൻസ് കിഷോർ ബിയാനോട് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അടുത്ത 15 കൊല്ലം റീറ്റെയിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് നോൺ കോമ്പീറ്റ് ക്ലോസ് എന്ന് പറയും. എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് നോൺ കോമ്പീറ്റ് ക്ലോസ് എന്ന് പറയും. അതായത് കിഷോർ ബിയാനോട് പറഞ്ഞത്, നോക്കൂ നിങ്ങളുടെ കമ്പനി പൊളിഞ്ഞു, നിങ്ങളുടെ സാധനങ്ങളൊന്നും ആർക്കും വേണ്ട, ഈ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കോളാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അടുത്ത 15 കൊല്ലം നിങ്ങൾ റീറ്റെയിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ കച്ചവടം ചെയ്യാൻ പാടില്ല. കിഷോർ ബിയാന്റെ മുമ്പിൽ വേറെ ഒരു വഴിയില്ല. സുല്ലിട്ടു, ആയിക്കോട്ടെ സാർ, ഞങ്ങൾ ഇനി ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റിലയൻസ് ഏറ്റെടുത്തത്. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചു നോക്കി, ഇയാൾ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയണ്ടേ എനിക്കൊന്ന്. ഒരു വലിയൊരു ബിസിനസ്മാൻ അങ്ങനെ വെറുതെ വീട്ടിലിരിക്കുവോ, ഇരിക്കാൻ പാടുവോ, അയാൾ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ എന്നോട് അവർ പറഞ്ഞത് ഈ കിഷോർ ബിയാനി ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്റർപ്രണർഷിപ്പ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 90 ദിവസം കൊണ്ട് എങ്ങനെ എന്റർപ്രണർ ആകാം. ഒരു മിസ്റ്റേക്ക് ചെയ്തവനാണ് ദ ബെസ്റ്റ് ടീച്ചർ. എന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഐ ഡിഡ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ ആൾറെഡി ചെയ്തതാണ്. എന്താണ്? ഐ ട്രൈ ടു ബിക്കം എ കമ്പനി സെക്രട്ടറി.
ഞാൻ 1-2 പ്രാവശ്യം തോറ്റിട്ടുമുണ്ട്. അപ്പൊ എനിക്കറിയാം എങ്ങനെയാണ് ജയിക്കേണ്ടതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എങ്ങനെ ജയിക്കാൻ എന്ത് ആറ്റിറ്റ്യൂഡാണ് എനിക്കറിയാം. അപ്പൊ ഒരു ഫെയിൽഡ് മാൻ ആണ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ്. അപ്പൊ അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത് എന്തിനെ കുറിച്ചിട്ട്, ഈ എന്റർപ്രണർഷിപ്പിനെ കുറിച്ച്. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഡെയിലി ക്ലാസ് നടക്കുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ഏരിയ എന്താണ്? കൺസ്യൂമർ ഗുഡ്സ്, റീറ്റെയിൽ ബിസിനസ് ആണ്. 2 പെൺമക്കളാണ്. ഈ 2 പെൺമക്കളും കൂടെ അടുത്ത വർഷത്തില് പുതിയൊരു റീറ്റെയിൽ കമ്പനി അവർ ലോഞ്ച് ചെയ്തു. കാരണം ഈ നോൺ കോമ്പീറ്റ് ക്ലോസ് ആർക്കേ ഉള്ളൂ. ഇതൊക്കെ രസമല്ലേ പഠിച്ച് മനസ്സിലാക്കാൻ? നാളെ നിങ്ങളത് മനസ്സിലായി. വാട്ട് വേണുഗോപാൽ ദൂത് ഈസ് ഡൂയിങ് നൗ. ആരാ വേണുഗോപാൽ ദൂത്? ഞാനല്ല. നിങ്ങൾക്ക് എന്നെ ശരിയാവുക? വീഡിയോകോണിന്റെ ഫൗണ്ടറാണ് അദ്ദേഹം. എന്താ ഇപ്പൊ ചെയ്യുന്നത്? സുഭാഷ് ചന്ദ്ര എന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്ക്. ആരാ സുഭാഷ് ചന്ദ്ര? ഡോക്ടർ സുഭാഷ് ചന്ദ്ര സി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഫൗണ്ടറാണ്. ഇതൊന്നും അവരെ ഇല്ല, കമ്പനിയൊക്കെ വിറ്റുപോയി. അവരെന്ത് ചെയ്യുന്നു ഇതൊക്കെ നിങ്ങൾ അറിയണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ പറയില്ലേ, നമ്മൾ ഭയങ്കര പണിയെടുക്കുകയാണ്, ഒന്നിനും സമയമില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. കൃഷ്ണമണിയൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് എന്താ വെച്ചാൽ രാവിലെ വൈകുന്നേരം വരെ പഠിത്തമാണ്, പഠിച്ചാണ് തീരണമില്ല എന്നൊക്കെയാണ് അല്ലെ? അങ്ങനെയല്ലേ പറയാറ്? ആന്ന്. പക്ഷേ all big people, they are also like you, hard workers ആണ്. They work very hard to become smart. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവും. 24 മണിക്കൂറിൽ 18 മണിക്കൂറും പഠിക്കേണ്ടെന്ന വിഷമമൊന്നും വിചാരിക്കേണ്ട. 18 മണിക്കൂർ പഠിക്കുക, വേറെ വഴിയൊന്നുമില്ല. നോ അതർ വേ. എല്ലാവരും അങ്ങനെയാണ്. ഇയാള് ഒരു ദിവസം 16 മണിക്കൂർ വരെ ഇപ്പൊ വർക്ക് ചെയ്യണ്ടെന്നാ പറയണേ കിഷോർ ബിയാനി. 16 hours. പരാജയപ്പെട്ട ആളാ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, എവറസ്റ്റ് കൂടുമുട്ടർ മുകളിൽ തട്ടി തെറിച്ച് താഴത്തേക്ക് വീണ പോലെ വീണതാണ്. ഇന്ത്യയിലെ ഏത് 3 വലിയ സിറ്റികൾ, മിഡിൽ ക്ലാസ് സിറ്റികൾ പോയാൽ പോലും അവിടെ കാണാൻ സാധിക്കുമായിരുന്നു ബിഗ് ബസാർ, പാൻഡലൂൺസ്, ഫ്യൂച്ചർ ജനറാലി പറയുന്ന ഇൻഷുറൻസ് കമ്പനി. വലിയ കമ്പനിയായിരുന്നു, വലിയ ഗ്രൂപ്പ്. 24,000 കോടിയായിരുന്നു ബിഗ് ബസാറിന്റെ മാത്രം നെറ്റ്വർത്ത്. കോവിഡ് കഴിഞ്ഞോടുകൂടി ആൾക്കാർ കടയിലേക്ക് വരില്ലല്ലോ. സാധനങ്ങൾ പഴയതായി, ശമ്പളം കുറച്ച് കൊടുക്കാൻ പറ്റിയില്ല, അവർ ബാങ്ക്രപ്സിയിലേക്ക് പോയി. റിലയൻസ് ഏറ്റെടുക്കാൻ പറഞ്ഞു, ആമസോൺ പാര വെച്ചു. ആ സ്റ്റോറി ഞാൻ ദിവസം പറയാം. നടന്നില്ല. അവസാനം ബിസ്ക്കറ്റും സോപ്പും ചീർപ്പും കണ്ണാടിയൊക്കെ ആർക്ക് വിറ്റു? റിലയൻസിന് വിറ്റു. അയാൾ എക്സിറ്റ് ആയി. അത് എടുക്കണമെങ്കിൽ റിലയൻസ് പറഞ്ഞ കണ്ടീഷനാണ്, ഞങ്ങളിത് എടുക്കാം, പക്ഷെ അടുത്ത 15 കൊല്ലം ഇമാതിരി ബിസിനസ് ആയിട്ട് അടുത്തുകൂടെ വന്നേക്കരുതെന്ന് പറഞ്ഞു. വേറൊരു വഴിയില്ല, അയാൾ സമ്മതിച്ചു. ഇന്ന് സഹായതയല്ലേ ഇത്? സഹായതയാണ്. അത് നിങ്ങൾ ആ ശരിക്കും റിയൽ സ്റ്റോറി മനസ്സിലാക്കി ഒന്നും വിഷമം തോന്നുന്നു നിങ്ങൾക്ക്. ഇപ്പൊ വേണ്ടത് ഒരു ദിവസം പറയാം. ലിസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ IFSC. ഗ്ലോബൽ കണ്ടെക്സ്റ്റ് ആൻഡ് റാഷണൽ ഫോർ IFSC ലിസ്റ്റിംഗ്. എന്തിനാണ് IFSC ലിസ്റ്റിംഗ് ആവശ്യമായിട്ട് വരുന്നത്? എന്താണ് അതിന്റെ ഗ്ലോബൽ കണ്ടെക്സ്റ്റ്? ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡില് ഗ്ലോബൽ ക്യാപിറ്റൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ ഡ്രൈവറാണ്. എന്തിന്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക്, ഇൻഫ്രാസ്ട്രക്ചർ വളരുന്നതിന് വേണ്ടിയിട്ട്, ഇന്നൊവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്. നമ്മൾ പലപ്പോഴും സർപ്രൈസ് ആവും, എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് ഇത്രയും എഞ്ചിനീയറിംഗ് കമ്പനികൾ വരുന്നത്? എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും വൈസാഗിലേക്കും ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും ഇത്രയും IT കമ്പനികൾ വരുന്നത്? പ്രശ്നം എന്താ? ഗുണം എന്താ? അവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ട്, ഇന്നൊവേഷൻ സപ്പോർട്ട് ഉണ്ട്, സസ്റ്റൈനബിലിറ്റി സപ്പോർട്ട് ഉണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട്. ഇതവരവിടെ വരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്, ഇന്നൊവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റിക്ക് നമ്മൾ എന്ത് വേണം? ഗ്ലോബൽ ക്യാപിറ്റൽ ആവശ്യം തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിലെ IFSC ഒബ്ജക്റ്റീവ് എന്താണ്? ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് IFSC വാസ് എയിംഡ് ടു ടാപ്പ് ഗ്ലോബൽ ക്യാപിറ്റൽ ഫ്ലോസ് ടു മീറ്റ് ഇന്ത്യാസ് ഡെവലപ്മെന്റ്. ഇന്ത്യയുടെ വളർച്ചാ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഗ്ലോബൽ ക്യാപിറ്റൽ ഫ്ലോസിനെ ടാപ്പ് ചെയ്യാൻ. 2, പ്രൊവൈഡ് ഇന്റർനാഷണൽ ഇഷ്യൂവേഴ്സ് വിത്ത് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോം. ഇന്റർനാഷണലി ഇഷ്യൂവേഴ്സ്, ഇന്റർനാഷണൽ ആയിട്ട് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോം കൊടുക്കുക. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസുകൾ മുഴുവനും ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ എന്താവും? ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ എവിടെ വരും? IFSC പ്ലാറ്റ്ഫോമിൽ വരും. അത് നമ്മളെ എന്തിനു സഹായിക്കും? ഇന്ത്യൻ ഇക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ ഗ്ലോബൽ ഇഷ്യൂവേഴ്സിന്റെ ക്യാപിറ്റൽ നീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഇത് സഹായിക്കും. സെക്ഷൻ 23(3) ഓഫ് കമ്പനീസ് ആക്ട്.
has been notified on September 28, 2020, enabling listing of equity shares of public Indian companies in permissible foreign jurisdiction, including IFSC. സെക്ഷൻ 23 പ്രകാരം ഇന്ത്യൻ കമ്പനികൾ വളരെ ഒരു വലിയൊരു ചേഞ്ച് ആണത്. അതായത് ഇന്ത്യൻ കമ്പനികൾക്ക് അവരുടെ സെക്യൂരിറ്റികൾ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുമായിരുന്നുള്ളൂ. എന്നാൽ 2020 കൊടുത്ത അമെന്റ്മെന്റ് പ്രകാരം അവർക്ക് വേണമെങ്കിൽ അവരുടെ ഇൻക്ലൂഡിംഗ് ഇക്വിറ്റി ഷെയർസ് അവർക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ഇൻക്ലൂഡിംഗ് IFSC ലിസ്റ്റ് ചെയ്യാന്ന് കൊണ്ടുവന്നു. അതുവഴി എന്തുണ്ടായി, ഡെഫിനറ്റ് ആയിട്ടും എനേബിളിംഗ് ഫ്രെയിംവർക്ക് ഫോർ ലിസ്റ്റിംഗ് ഓഫ് IFSC സെക്ഷൻ 23(3) ഓഫ് കമ്പനീസ് ആക്ട്. ഇറ്റ് ഈസ് നോട്ടിഫൈഡ് ഓൺ 28 September 2020, enabling public Indian companies, ഇന്ത്യൻ പബ്ലിക് കമ്പനികൾക്ക് അവരുടെ ഇക്വിറ്റി ഷെയർസ് പെർമിസിബിൾ ഫോറിൻ എല്ലാ ഫോറിൻ ജൂറിസ്ഡിക്ഷനിലും അല്ല, ഇന്ത്യൻ ഗവൺമെന്റ് സ്പെസിഫിക്കലി പെർമിറ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ ജൂറിസ്ഡിക്ഷനിൽ അവർക്ക് ലിസ്റ്റ് ചെയ്യാം. അതുപോലെ അതിൽ എന്തൊക്കെ ഉൾപ്പെടും, IFSCയും കൂടെ ഉൾപ്പെടും. അപ്പൊ എന്തായി, റിലയൻസിന് ഷെയർ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ദേ കാൻ ലിസ്റ്റ് ഷെയർസ് ഇൻ IFSC ആൾസോ. അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന മറ്റുള്ള ഫോറിൻ ജൂറിസ്ഡിക്ഷൻ അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, നാസ്ഡാക്ക് ലിസ്റ്റഡ് ആണെങ്കിൽ നാസ്ഡാക്കിൽ കൊണ്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ലിസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഇന്ത്യയിൽ മാത്രമേ ലിസ്റ്റ് ചെയ്യാൻ പാടുമായിരുന്നുള്ളൂ. എന്നാൽ ആ സെക്യൂരിറ്റികൾ ഇന്ത്യക്ക് പുറത്തും IFSCയിലും ലിസ്റ്റ് ചെയ്യാൻ ആര് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് 2000 പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് പറഞ്ഞാൽ ഇതൊരു പാരഡൈം ഷിഫ്റ്റ് ആണ്. ഇന്ത്യൻ കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ദേ കൻ ഡയറക്ട്ലി ആക്സസ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഫ്രം ഇന്ത്യൻ സോയിൽ. പണ്ട് ADRും GDR ഒക്കെ നമ്മൾ ഇഷ്യൂ ചെയ്തിരുന്നത് റൈറ്റ് ഓർ വാട്ട്. ഇനി ADRും GDRും ഇല്ലാതെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകാൻ ഇത് സഹായിക്കും. ADR എന്തിനാ ഇഷ്യൂ ചെയ്യണേ, ഇന്ത്യക്ക് പുറത്തുള്ള മാർക്കറ്റ് നമ്മളെ കുറിച്ച് അറിയില്ല, എന്നാൽ നമുക്ക് ഫോറിൻ കറൻസി ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഷെയറുകൾ സെക്യൂരിറ്റി ആയിട്ട് വാങ്ങി വെച്ചുകൊണ്ട് അതിന്റെ ഡെപ്പോസിറ്ററി റെസീറ്റ് അവിടെ ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിന് ഫണ്ട് റേസ് ചെയ്യുന്നത്. ആവശ്യമില്ല. ലണ്ടൻ എക്സ്ചേഞ്ചില് നമ്മുടെ എന്താണ് ഇന്ത്യൻ കമ്പനികളുടെ പ്രിസ്ക്രൈബ്ഡ് ക്യാപിറ്റലുള്ള കമ്പനികളുടെ സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനികൾക്ക് പിന്നെ GDR ഇഷ്യൂ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവർ ഇവിടുന്ന് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ എവിടെ ലിസ്റ്റ് ചെയ്യും, ലണ്ടൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. ആ ലണ്ടൻ എക്സ്ചേഞ്ച് എന്ത് ചെയ്യും, അത് അവിടെ ട്രേഡ് ചെയ്യും. എവിടുത്തെ പെർഫോമൻസ് നോക്കുക, ഇന്ത്യൻ പെർഫോമൻസ് നോക്കുക. സോ ADRും GDRും പോലുള്ള ലെങ്തി പ്രൊസീജിയറിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല, സിമ്പിൾ ആക്കി. 2020 വളരെ വലിയൊരു ഷിഫ്റ്റ് ആണത്. കുറച്ചു കാലം കഴിഞ്ഞ് ADRും GDRും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. Then regulatory framework prior to IFSC regulation. ഈ IFSC regulation വരുന്നതിന് മുമ്പ് എന്തായിരുന്നു regulatory framework എന്ന് പറഞ്ഞാൽ, earlier listing of equity in IFSC by Indian companies and foreign companies was regulated by a combination of laws. ഇതിന് തൊട്ട് മുമ്പ് ഈ 2020 ഈ റെഗുലേഷൻ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇന്ത്യൻ കമ്പനികളുടെയും ഫോറിൻ കമ്പനികളുടെയും IFSCയിലെ ഇക്വിറ്റി ഷെയറിന്റെ ഇഷ്യൂവും ലിസ്റ്റിംഗും ആരാ റെഗുലേറ്റ് ചെയ്തിരുന്നത്, നമ്മള് സെബിയുടെ IFSC ഗൈഡ് ലൈൻസ്, സെബിയുടെ ICDR, കമ്പനീസ് ആക്ട്, ഫോറിൻ കറൻസി ഡെപ്പോസിറ്ററി റെസീറ്റ് സ്കീം, ദെൻ റിലവന്റ് സർക്കുലേഴ്സ്, ഒരു ബഞ്ച് ഓഫ് നിയമങ്ങളായിരുന്നു ഇതിനെ റെഗുലേറ്റ് ചെയ്തിരുന്നത്. ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നേരിട്ട് ലിസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. IFSC ആക്ടിലെ ആ പ്രൊവിഷൻസ് മാത്രം കംപ്ലൈ ചെയ്താൽ മതി. IFSC ശരിക്കും എന്താണ്, IFSC ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള യൂണിഫൈഡ് ആൻഡ് ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ്. ടു ഡെവലപ്പ് കോംപ്രിഹെൻസീവ്, കൺസിസ്റ്റന്റ് ആൻഡ് ഗ്ലോബലി അലൈൻഡ് framework, International Financial Service Center Authority enacted an all-encompassing regulatory regime with focus on. അവരെന്താ ചെയ്തത്, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച എന്താണ്, കോംപ്രിഹെൻസീവ് എല്ലാ നിലയിലും, കൺസിസ്റ്റന്റ് തുടർച്ചയായി, ഗ്ലോബലി അലൈൻഡ് ലോകത്തിന്റെ സ്റ്റാൻഡേർഡിന് അനുസരിച്ചുകൊണ്ട് ഗ്ലോബലി അലൈൻഡ് ഫ്രെയിംവർക്കിലൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ രാജ്യം വളരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ IFSC വളരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവര് ഒരു ഓൾ എൻകംപാസിംഗ് എല്ലാം ഉൾപ്പെടുന്ന ഒരു റെഗുലേറ്ററി രജിം കൊണ്ടുവന്നു. ഈ റെഗുലേറ്ററി രജിമിൽ എന്തൊക്കെയുള്ളത്, ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. എന്തൊക്കെയുള്ളത്, ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. 2 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട്. 3 ക്രോസ് ബോർഡർ ക്യാപിറ്റൽ ആക്സസ് ഉണ്ട്. അപ്പോൾ ക്രോസ് ബോർഡർ ക്യാപിറ്റൽ ആക്സസ് കൊടുക്കുന്നതിന് വേണ്ടി, ബെനിഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓൾ എൻകംപാസിംഗ് റെഗുലേറ്ററി റെജിം ആര് കൊണ്ടുവന്നു, IFSCയെ കൊണ്ടുവന്നു. ഇതെന്താണ്, ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ്, കൺസിസ്റ്റന്റ് ആൻഡ് ഗ്ലോബലി അലൈൻഡ് ആണ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ കോംപ്രിഹെൻസീവ് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്, ഗ്ലോബലി അലൈൻഡ് ആയിട്ടുള്ള ഒരു ഓൾ എൻകംപാസിംഗ് റെഗുലേറ്ററി റെജിം കൊണ്ടുവന്നു. ഇതിൽ എന്തൊക്കെയുണ്ട്, ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ഗ്ലോബൽ ക്രോസ് ബോർഡർ ക്യാപിറ്റൽ ആക്സസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത്, അപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഫോറിനിലെ ഒരു ഇഷ്യൂർ എന്താ ചെയ്യാം, ആദ്യം IFSC എക്സ്ചേഞ്ച് കൊണ്ട് ലിസ്റ്റ് ചെയ്യുന്നു.
ഇവിടെ IFSC എക്സ്ചേഞ്ച് കൊണ്ടായിട്ട് ഗുണം എന്താണ്? അയാൾക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുന്നു. ഉദാഹരണം ഇന്ത്യയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആരെ കിട്ടുക? ഇന്ത്യൻസിനാണ് മെയിൻ ആയിട്ട് കിട്ടുക. പിന്നെ ആരെ കിട്ടുക? RBIയിലും SEBIയിലും ലൈസൻസ് ഉള്ള FIIs FDIസിനൊക്കെ കിട്ടുമായിരിക്കാം. എന്നാൽ നമുക്ക് നേരിട്ട് നമ്മൾ IFSCയിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ ഡയറക്റ്റ് കിട്ടാണ്. അതായത് ഈ RBIയുടെ റെഗുലേഷൻ റിജിം ഒന്നും ഇല്ലാതെ തന്നെ നേരിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി ന്യൂ ഏജ് ക്യാപിറ്റൽ റേസിംഗ് എനേബിൾഡ് ബൈ IFSCA സ്റ്റാർട്ടപ്പുകൾക്ക് ലിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ടു സപ്പോർട്ട് ഫിൻടെക് ആൻഡ് ഇന്നോവേഷൻ ഇക്കോസിസ്റ്റം. ഈ ഫിൻടെക് ആൻഡ് ഇന്നോവേഷൻ ഇക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ടപ്പുകളെ IFSCയിൽ ലിസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ആലോചിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടപ്പുകളെ ലിസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ സ്പാക്കുകൾ. എന്താണ് സ്പാക്ക് എന്ന് പറഞ്ഞാൽ? സ്പെഷ്യൽ പർപ്പസ് സ്പാക്ക് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ പർപ്പസ് അക്വിസിഷൻ കമ്പനികളെ ലിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ആദ്യം ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനും പിന്നീട് അസറ്റുകളെ അല്ലെങ്കിൽ കമ്പനികളെ അക്വയർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ആ പാരഗ്രാഫിന്റെ അവസാനത്ത് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലിസ്റ്റിംഗ് ഓഫ് സ്റ്റാർട്ടപ്പുകളെ ലിസ്റ്റ് ചെയ്യാൻ സഹായിച്ചു. അതിനെന്താ ഗുണം? ഫിൻടെക് കമ്പനികൾക്കും ഇന്നോവേഷൻ ഇക്കോസിസ്റ്റവും വളരുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നു. ചെറിയ കമ്പനികൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത് സ്പാക്കുകൾ, സ്പെഷ്യൽ പർപ്പസ് അക്വിസിഷൻ കമ്പനികൾ. അതായത് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അവരൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് അക്വയർ ചെയ്യാൻ വേണ്ടി, അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. ഇനീഷ്യൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ ആദ്യം ആ പർപ്പസ് കാണിച്ചുകൊണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനും പിന്നീട് അത് ഉപയോഗിച്ച് കമ്പനികളെ അക്വയർ ചെയ്യുന്നതിനും അസറ്റ് അക്വയർ ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇതുവഴി എന്തുണ്ടാകുന്നു? പുതിയ ക്യാപിറ്റൽ റേസിംഗ് മോഡൽസ്, നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിലുള്ള പുതിയ ക്യാപിറ്റൽ റേസിംഗ് മോഡൽസ് ഇവിടെ യൂസ് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടുന്നു. മനസ്സിലായി? രണ്ടാമത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ പർപ്പസ് അക്വിസിഷൻ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി, കമ്പനി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുക? അത് വാങ്ങിയതിന് ശേഷം നമ്മുടെ കമ്പനിയുടെ ഷെയർ ആണ് വിൽക്കുന്നത്. പക്ഷെ അത് വാങ്ങാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം കാശ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാം, IFSCയിൽ റേസ് ചെയ്യാം. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അസറ്റ് അക്വയർ ചെയ്യാം. ഉദാഹരണം, ഒരു കമ്പനിയുണ്ട്, അമേരിക്കൻ കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു കമ്പനിയെ വാങ്ങണം. ഈ കമ്പനി ആദ്യം എന്താ ചെയ്യുക? IFSCയിൽ അവരൊരു കമ്പനി രജിസ്റ്റർ ചെയ്യും. അവിടെ അവർ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യും. ഈ പർപ്പസ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഫണ്ട് റേസ് ചെയ്യും. ആ ഫണ്ട് ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് ആ കമ്പനിയെ അല്ലെങ്കിൽ അസറ്റിനെ വാങ്ങും. Then ESG and സസ്റ്റൈനബിൾ ഫിനാൻസ്. ഇനി അടുത്തത് ESG എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻവയറൺമെന്റ്, സോഷ്യൽ ആൻഡ് ഗവേണൻസ് അല്ലെ. ESG ആൻഡ് സസ്റ്റൈനബിൾ ഫിനാൻസ് IFSC ഗ്ലോബൽ ലോകത്ത് മുഴുവനും ESG പുഷാണ്. എന്താ ESG പുഷ് എന്ന് പറഞ്ഞാൽ? ലാഭമുണ്ടാക്കുന്ന കമ്പനികളെയല്ല നമുക്ക് വേണ്ടത്, ഉത്തരവാദിത്വത്തോടു കൂടി ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളെയാണ്. ഒരു കാലത്ത് നമ്മൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആള് ആരെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പണക്കാരൻ എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും നിങ്ങളുടെ നാട്ടിൽ കാണിക്കുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരാൾ, അല്ലെങ്കിൽ ദരിദ്രനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നല്ല ആള് എന്ന് നമ്മൾ പറയാറില്ലേ? പണ്ട് നമ്മുടെ നാട്ടിലെ പൈസക്കാരൻ എന്ന് പറഞ്ഞാൽ ജന്മിയായിരുന്നു. ഇന്ന് ജന്മി ആകണമെന്നില്ല പൈസക്കാരനാകാൻ. നിങ്ങൾക്ക് നല്ല സ്വഭാവം ഉണ്ടായാൽ മതി. അപ്പൊ ESG പണ്ട് കാലങ്ങളിൽ ഒരു കമ്പനി വലിയ കമ്പനിയാണോ എന്ന് നോക്കിയിരുന്നത് അത് എത്രമാത്രം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ്. എന്നാൽ ലാഭം മാത്രമല്ല ESG പറയുന്നത്, ലാഭം മാത്രമല്ല ലക്ഷ്യം. എന്തായിരിക്കണം? ആ കമ്പനി എൻവയറൺമെന്റലി, പാരിസ്ഥിതികമായി, സോഷ്യലി, സാമൂഹികമായി, ഗവേണൻസ് നിയമപരമായി കംപ്ലയന്റ് കമ്പനി ആയിരിക്കണം. എല്ലാ തരങ്ങളും പ്രൊവിഷൻസും പാലിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ട കമ്പനിയാണെങ്കിൽ മാത്രമേ അതിന് നല്ലൊരു കമ്പനി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ESG പറയുന്ന ഗ്ലോബൽ ESG ലോകത്തെല്ലായിടത്തും ഇന്ന് ESG പുഷാണുള്ളത്. പാരീസ് അഗ്രിമെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2030, സീറോ കാർബൺ എനർജി ട്രാൻസിഷൻ, അല്ലെങ്കിൽ കാർബൺ എമിഷൻ ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തകൾ, ഇതൊക്കെ എന്തുണ്ടാക്കുന്നു? ഒരു വലിയ തരത്തിൽ ESG പുഷ് ലോകത്തുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സെക്ടറിനും വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് സാർ ഫിനാൻഷ്യൽ സെക്ടറിൽ അവിടെ എന്താണ് സീറോ കാർബൺ ഒന്നും ഇത് എമിറ്റ് ചെയ്യുന്നില്ലല്ലോ? ഉണ്ട്. എങ്ങനെയാണ്? നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട്, ഇതാണ് ഉദ്ദേശം. ഇതാണ്, അതായത് നിങ്ങളൊരു ഫിനാൻസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട്, നിങ്ങളത് കാർബൺ എമിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഒരു കമ്പനി കാർബൺ എമിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് when a bank gives loan, what is the ESG goals of SBI, State Bank of India? ESG goals of SBI is to ensure that actually they are not funding to certain percentage of carbon emitting companies. അതൊരു ഉത്തരവാദിത്തമാണ്. അതാണ് അവരുടെ ESG. റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ESG എന്താണ്? ആ കമ്പനി അവർ കാർബൺ എമിഷൻ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, പ്രകൃതിയെ ദ്രോഹിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, സൊസൈറ്റിയെ ദ്രോഹിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് SBIയുടെ ഉത്തരവാദിത്തം?
അല്ലെങ്കിൽ HDFC ഉത്തരവാദിത്തം. അവർക്ക് കാർബൺ ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യേണ്ടത്? അവർ ലോൺ കൊടുക്കുന്ന കമ്പനികള്, ഫണ്ട് ചെയ്യുന്ന കമ്പനികള് ESG കംപ്ലയന്റ് കമ്പനികളാണെന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്? ലെൻഡേഴ്സിനുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫാക്ടറികളില്ല, IFSCയിൽ SEZ പോലെയല്ല, ഫാക്ടറികളൊന്നുമില്ല. ഇവിടെയൊക്കെ സർവീസ് സെന്റേഴ്സ് ആണുള്ളത്. പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെന്റ്സ് മൊബിലൈസിങ് സസ്റ്റൈനബിൾ ഫിനാൻസ്, അത് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫിനാൻഷ്യൽ സെക്ടറെ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. IFSCയുടെ ESG എന്താണ് ഇനിഷ്യേറ്റീവ് എന്തൊക്കെയാണ്? IFSCയെ എന്ത് ചെയ്തു? ഇതില് ഈ ESG ഇനിഷ്യേറ്റീവ് ആയിക്കൊണ്ട് ഗ്രീൻ ബോണ്ടുകള്, പ്രകൃതിയെ സഹായിക്കുന്ന ബോണ്ടുകള്, സോഷ്യൽ ബോണ്ടുകള്, നമ്മൾ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഉള്ള പോലെ സോഷ്യൽ ബോണ്ടുകള്, സസ്റ്റൈനബിൾ ബോണ്ടുകള്, സസ്റ്റൈനബിലിറ്റി ലിങ്ക്ഡ് ബോണ്ടുകളൊക്കെ എന്ത് ചെയ്തു? ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ അനുവാദം കൊടുത്തു. അപ്പോൾ IFSCയിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ESGയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനത്തെ സെക്യൂരിറ്റികൾ കാണാൻ സാധിക്കും? ഗ്രീൻ ബോണ്ടുകള്, സോഷ്യൽ ബോണ്ടുകള്, സസ്റ്റൈനബിൾ ബോണ്ടുകള്, സസ്റ്റൈനബിലിറ്റി ലിങ്ക്ഡ് ബോണ്ടുകളൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, വിൽ സ്റ്റോപ്പ് ഹിയർ ഫോർ 5 minutes.